കഴിഞ്ഞ ദിവസങ്ങൾ വരെയായിട്ട് എൻ്റെ കയ്യിൽ നിന്ന് വെള്ളം ഞാൻ കൊടുത്ത് 68 പേര് മരിച്ചു. ഇവിടെ കിടന്ന് എൻ്റെ കയ്യിൽ തന്നെ ഇരുന്ന് 68 പേര് മരിച്ചു. അത് ഞാൻ ചിലരൊക്കെ മരിക്കുന്ന സമയത്ത് നമ്മൾ അവരുടെ അടുക്കൽ ചെന്ന് നിന്ന് പ്രാർത്ഥിക്കാറൊക്കെ ഉണ്ട്. ദൈവമേ, ഈ ആത്മാവിനെ നീ കൈക്കൊള്ളണമേ, അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലും തെറ്റുകളോ കുറ്റങ്ങളോ വന്നു പോയിട്ടുണ്ടെങ്കിൽ നിൻ്റെ കരുണാസമുദ്രത്തിൽ ഒന്ന് കഴുകി വെടിപ്പാക്കി നീതിമാന്മാർക്കുള്ള അവകാശവും ഓഹരി അമ്മയ്ക്ക് കൊടുക്കണമേ, അച്ഛന് കൊടുക്കണേ എന്നൊക്കെ പ്രാർത്ഥിക്കും. അപ്പോഴൊക്കെ അവരുടെ ജീവൻ പോകുന്ന സമയത്ത് അവരുടെ കൈ നമ്മുടെ കയ്യിലേക്ക് മുറുകെ പിടിച്ചിട്ട് ആ ജീവൻ പോകുന്ന അവസരങ്ങളൊക്കെ ഉണ്ട്. ചില ആഗ്രഹങ്ങളൊക്കെ നമ്മളോട് പറയാറുണ്ട്. എനിക്ക് എൻ്റെ മകനെ കാണണം, കൊച്ചുമോനെ കാണണം. ചിലർ പറയും എനിക്ക് അടുത്ത കാലത്ത് ഒരാൾ മരിച്ചപ്പം പറഞ്ഞ് എനിക്ക് മരിക്കുന്നതിന് മുമ്പ് പറയും കപ്പയും മീനും വേണം. ഞാനതും കൊണ്ടുവന്ന് മേടിച്ച് കൊടുത്തു. അത് കുറച്ച് കഴിച്ച് 2 ദിവസം കഴിഞ്ഞാണ് ആൾ മരിക്കുന്നത്. അവർക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഞാനിപ്പോൾ പത്തനംതിട്ട ജില്ലയിൽ ഒരു വൃദ്ധ ആശ്രമത്തിലാണ്. ഇവിടെ ഒരു റംബാച്ചനെ കാണാനായിട്ട് വന്നതാണ്. ഈ അച്ഛനെക്കുറിച്ച് പറയുമ്പോൾ ഏതാണ്ട് 22ലധികം പുസ്തകങ്ങളിൽ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 2 വൃദ്ധസദനങ്ങൾ അദ്ദേഹം നടത്തുന്നുണ്ട്. എനിക്ക് വളരെ അഭിമാനം തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ ബഹുമാനപ്പെട്ട അച്ഛനെ കാണാനായിട്ട് ഇവിടെ കടന്നു വന്നത്. അപ്പോൾ ഇന്ന് ഈ അച്ഛനിൽ നിന്ന് തൻ്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളെക്കുറിച്ചും തൻ്റെ സുവിശേഷ വേലയുമായി ബന്ധപ്പെട്ട തൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ കേൾക്കാനായിട്ടുള്ള അവസരങ്ങളുണ്ട്. അപ്പോൾ ഇന്ന് ഈ അച്ഛനെ കാണുവാൻ കഴിഞ്ഞത് എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുകയാണ്. അച്ഛാ, ഗോസ്പൽ TV UP എന്ന യൂട്യൂബ് ചാനലിലേക്ക് അച്ഛനെ സ്വാഗതം ചെയ്യുകയാണ്. നമസ്കാരം. അച്ഛൻ സ്വയമായിട്ടൊന്ന് പരിചയപ്പെടുത്താമോ? എൻ്റെ പേര് ബെർസ്കീപ്പ റംബാച്ചൻ എന്നാണ്. ഞാൻ റംബാൻ സ്ഥാനം സ്വീകരിക്കുന്നതിന് മുമ്പ് എൻ്റെ പേര് രാജൻ ജോർജ് അച്ഛൻ എന്നാണ് ഞാൻ അറിയപ്പെട്ടത്. എൻ്റെ വീട് പന്തളത്തിന് സമീപം പുഴിക്കാട് എന്ന് പറയുന്ന സ്ഥലമാണ്. പുഴിക്കാട് സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് ഇടവകയിൽപ്പെട്ട നെടിയത്ത് പുത്തൻവീട്ടിൽ KC ജോർജിൻ്റെയും കുഞ്ഞമ്മ ജോർജിൻ്റെയും മകനായി 1963 സെപ്റ്റംബർ മാസം 14-ാം തീയതിയാണ് ഞാൻ ജനിച്ചത്. എൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം പുഴിക്കാട് ഗവൺമെൻറ് UP സ്കൂളിലും ഹൈസ്കൂൾ വിദ്യാഭ്യാസം കുടശനാട് NSS ഹൈസ്കൂളിലും ആയിരുന്നു. ഞാൻ പന്തളത്ത് നിന്ന് പ്രീ ഡിഗ്രി പാസ്സായതിനു ശേഷം റാന്നിയിലുള്ള ഹോളി ട്രിനിറ്റി എന്ന സന്യാസ സമൂഹത്തിൽ ചേർന്നു. തുടർന്ന് 1987 കോട്ടയം ഓർത്തഡോക്സ് വൈദിക സെമിനാരിയിൽ വിദ്യാർത്ഥിയാവുകയും അവിടെ നിന്ന് GST ഗ്രാജുവേറ്റ്സ് ഇൻ സേക്രഡ് തിയോളജി പാസ്സാവുകയും തുടർന്ന് സെറാംപൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് BD കരസ്ഥമാക്കി. ശേഷം ഞാൻ കാര്യവട്ടത്തു നിന്ന് MA സോഷ്യോളജിക്ക് പഠിച്ചു. എങ്കിലും എനിക്ക് പരീക്ഷ എഴുതാൻ പറ്റാത്തതുകൊണ്ട് ഷില്ലോങ്ങിലുള്ള CMJ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ഞാൻ MA ബിരുദം കരസ്ഥമാക്കിയത്. ഞാൻ 1987 ഞാൻ പുരോഹിതന ആകുന്നതിന് വേണ്ടി സെമിനാരിയിൽ ചേർന്നത്. 91 വരെയുള്ള 4 വർഷക്കാലം ഞാൻ എൻ്റെ വൈദിക വിദ്യാഭ്യാസം പൂർത്തിയാക്കുകയും 1991 സെപ്റ്റംബർ മാസം 19-ാം തീയതി ഞാൻ പൗരോഹിത്യം സ്വീകരിക്കുകയും തുടർന്ന് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ തിരുവനന്തപുരം ഭദ്രാസനത്തിൻ്റെ പ്രഥമ മെത്രാപ്പോലിത്ത ആയിരുന്ന ഗീവർഗീസ് മാർ ദിയസ്കോറോസ് തിരുമേനിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി ഞാൻ ചാർജ് എടുക്കുകയും അവിടെയുള്ള ഹോളി ട്രിനിറ്റി ഹൈസ്കൂളിൻ്റെ അഡ്മിനിസ്ട്രേറ്റർ, തിരുമേനിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി, അവിടുത്തെ ബാലികാ സമാജത്തിൻ്റെ വൈസ് പ്രസിഡൻറ്റ്, അതോടൊപ്പം തന്നെ നെല്ലിക്കുന്നം കൊട്ടാരക്കരയ്ക്കടുത്തുള്ള നെല്ലിക്കുന്നം മാർ ഗിഗോറിയോസ്, ചാത്തന്നൂരിന് അടുത്തുള്ള വരിഞ്ഞം സെൻറ്റ് ജോർജ് മുതലായ ദേവാലയങ്ങളിൽ ആദ്യകാലത്ത് ഞാൻ ഇടവക ഭരണം നടത്തുകയുണ്ടായി. തുടർന്ന് 1999 ഗീവർഗീസ് മാർ ദിയസ്കോറോസ് തിരുമേനി കാലം ചെയ്തതിനെ തുടർന്ന് ഞാൻ റാന്നിയിലേക്ക് വരികയും
റാന്നിയിൽ താമസിച്ചുകൊണ്ട് റാന്നിയുടെ നാനോന്മുഖമായ വികസനത്തിന് വേണ്ടി റാന്നി സെൻട്രൽ സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ ചുമതല അവിടെ സ്ഥാപിക്കുകയും എന്നോടൊപ്പം പ്രസാദ് കടപുഴ മുതലായവർ ചേർന്ന് പ്രവർത്തിക്കുകയും അന്ന് മുതൽ 2002 മുതൽ റാന്നി സെൻട്രൽ സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ സ്ഥാപക രക്ഷാധികാരിയായി ഞാൻ പ്രവർത്തിച്ചു വരികയും ആ സമയത്ത് റാന്നിക്കടുത്തുള്ള കീക്കഴൂർ സെൻറ്റ് പീറ്റേഴ്സ് ആൻഡ് സെൻറ്റ് പോൾസ്, കുരിശുമുട്ടം, സെൻറ്റ് സ്റ്റീഫൻസ്, വയലത്തല, സെൻറ്റ് മേരീസ് മുതലായ ദേവാലയങ്ങളിൽ വികാരിയായി സേവനമനുഷ്ഠിച്ചു. 2005 മലങ്കര ഓർത്തഡോക്സ് സഭയുടെ തുമ്പോൺ ഭദ്രാസനത്തിന് ഒരു വൃദ്ധസദനം തുടങ്ങണമെന്ന് അന്നത്തെ മെത്രാപ്പോലിത്തയായിരുന്ന ഫിലിപ്പോസ് മാർ യൂസേബിയസ് തിരുമേനി ചിന്തിക്കുകയും എന്നെ റാന്നി ആശ്രമത്തിൽ നിന്ന് പത്തനംതിട്ടയിലേക്ക് കൊണ്ടുവരികയും ഞാൻ 2006 മാർച്ച് മാസം 30 ഈ സ്ഥാപനത്തിലേക്ക് വരികയും ഇവിടെ ശാന്തിസദനം, മാർ ഗ്രിഗോറിയോസ് ശാന്തിസദനം എന്ന പേരിൽ ഒരു വൃദ്ധസദനം ആരംഭിക്കുകയും ചെയ്തു. ഈ സ്ഥാപനം മലങ്കര ഓർത്തഡോക്സ് സഭയുടേതാണ്. ഞാൻ അതിൻ്റെ സ്ഥാപക ഡയറക്ടറായിട്ടാണ് കഴിഞ്ഞ 18 വർഷക്കാലമായിട്ട് പ്രവർത്തിച്ച് വരുന്നത്. ഇപ്പോൾ എത്ര സ്ഥലങ്ങളിൽ ഈ വൃദ്ധസദനം അച്ഛൻ്റെ നേതൃത്വത്തിലുണ്ട്? അതിനുശേഷം തുമ്പോൺ ഭദ്രാസനത്തിന് വേണ്ടി അങ്ങാടിക്കലിൽ ബേബി സി പാറയത്ത് എന്നും അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയും കൂടി കുറേ സ്ഥലം എഴുതി തരികയുണ്ടായി. അവിടെ മാർ ഗ്രിഗോറിയോ സ്നേഹാലയം എന്ന പേരിൽ പുരുഷന്മാർക്ക് വേണ്ടിയുള്ള ഒരു ഓൾഡ് ഏജ് ഹോം ആരംഭിക്കാൻ തീരുമാനിച്ചു. 2017 മുതൽ ആ സ്ഥാപനത്തിൻ്റെ മാനേജരായി ഞാൻ സേവനമനുഷ്ഠിച്ചു വരികയുമാണ്. അവിടെ ഈ ശാന്തിസദനത്തിൽ ഇപ്പോൾ 45 അന്തേവാസികളാണ് ഉള്ളത്. അതോടൊപ്പം തന്നെ ഇവിടെ താമസിച്ചിരുന്ന 10 പുരുഷന്മാരെയാണ് അങ്ങാടിക്കൽ മാർ ഗ്രിഗോറിയോ സ്നേഹാലയത്തിലേക്ക് മാറ്റിയിരിക്കുന്നത്. ഇപ്പോഴാ സ്ഥാപനം ഒരു സൊസൈറ്റിയായി രൂപീകരിച്ച് സ്വതന്ത്രമായിട്ട് പ്രവർത്തിച്ചു വരുന്ന ഒരു ഓൾഡ് ഏജ് ഹോം ആണ്. അച്ഛന് ഈ ഇങ്ങനെ ഒരു വൈദികനാകണം എന്നുള്ളൊരു താല്പര്യം തോന്നാനുള്ള കാരണം എന്താ? എൻ്റെ അമ്മയെ സംബന്ധിച്ച് പറഞ്ഞാൽ അമ്മ ഒരു വിശുദ്ധയായ സ്ത്രീയായിരുന്നു. തന്നെയുമല്ല, എൻ്റെ വീട് ഒരു പ്രാർത്ഥനയുടെ ഭവനമായിരുന്നു. എൻ്റെ പിതാവ് കേരള സംസ്ഥാനത്തെ മൈനർ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. എൻ്റെ മാതാവും പിതാവും ഭക്തരായ മനുഷ്യരായിരുന്നു. എൻ്റെ അച്ചാച്ചൻ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിരുന്നു എങ്കിലും വൈകിട്ട് ജോലി കഴിഞ്ഞ് വന്ന ഉടനെ പ്രാർത്ഥിച്ചോ എന്നാണ് ചോദിക്കുന്നത്. അന്നത്തെ കാലത്ത് ഞങ്ങളുടെ വീട്ടിലെ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി ഒരു പുൽപ്പായുണ്ട്. ആ പുൽപ്പായിൽ എൻ്റെ അച്ചാച്ചനും അമ്മയും ഞങ്ങൾ 4 മക്കളും കൂടെ ഇരിക്കും. അവിടെ ഇരുന്ന് പാട്ടുപാടി വേദപുസ്തകം വായിച്ച് പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥനയ്ക്ക് ശേഷം മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പ്രാർത്ഥനയിൽ പട്ടായങ്ങപ്പെട്ട ദൈവം തമ്പുരാനെ എന്നൊരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയിൽ അരിശത്തിൻ്റെ വടിയിൽ നിന്നും, കോപത്തിൽ നിന്നും, പെട്ടെന്നുള്ള മരണത്തിൽ നിന്നും, ഈ മിന്നലുകളിൽ നിന്നും, ഇടികളിൽ നിന്നും എന്നിങ്ങനെ പറയുമ്പോൾ ഞങ്ങളുടെ അമ്മയും ഞങ്ങൾ ഓരോരുത്തരും ചേർന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്ന് ഉറക്കെ ചൊല്ലണം. അങ്ങനെ ചൊല്ലുന്ന ഒരു രീതിയാണ്. അപ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് ശേഷം എൻ്റെ പിതാവിന് ഒരു വാചക പ്രാർത്ഥനയുണ്ട്. ഞാൻ വളരെ കുഞ്ഞായിരുന്നപ്പം തന്നെ ഈ പ്രാർത്ഥന ഞാൻ കേൾക്കുകയാണ്. എൻ്റെ പിതാവ് പ്രാർത്ഥിച്ച ഇതാണ്: എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായുള്ളവേ, നീ എനിക്ക് ദാനമായി 4 മക്കളെ തന്നു. അതിൽ ഒരുവൻ നിൻ്റെ സ്ലീബായും ചുമന്നുകൊണ്ട് നാനാജാതികളുടെ ഇടയിൽ പോയി ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മശിഹ നീയാകുന്നു എന്ന് സാക്ഷിക്കുന്നത് കാണുവാൻ എൻ്റെ കണ്ണുകൾക്ക് ശക്തിയും എൻ്റെ ചെവികൾക്ക് കേൾവിയും തരയണമേ എന്ന് എൻ്റെ പിതാവ് പ്രാർത്ഥിക്കും. ഞാൻ പുരോഹിതനായി എൻ്റെ കയ്യിൽ നിന്ന് വിശുദ്ധ കുർബാന അനുഭവിക്കുന്ന ദിവസം വരെയും എൻ്റെ പിതാവ് ഈ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്നു. എൻ്റെ 4 മക്കളിൽ ഒരുവൻ നിൻ്റെ കുരിശും ചുമന്നുകൊണ്ട്, അതുകൊണ്ടായിരിക്കാം എൻ്റെ കഴുത്തിൽ ഈ കുരിശ് കിടക്കുന്നതെന്ന് ഞാനിപ്പോഴും ചിന്തിക്കാറുണ്ട്. എൻ്റെ പിതാവ് 2005 മരിച്ചു.
അമ്മ 2020 മരിച്ചു. 2 പേരും വിശുദ്ധര. എന്നെ കേൾക്കുന്ന വിശ്വാസ സമൂഹത്തോട് ഞാൻ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി റബ്ബർ എസ്റ്റേറ്റോ ബാങ്ക് ബാലൻസോ മണിമാളികളോ നിങ്ങൾ പണിയരുത്. നിങ്ങൾ നിങ്ങളുടെ മക്കളെ ദൈവമുള്ളവരായി വളർത്തണം. നിങ്ങൾ മക്കളെ ദൈവത്തെ കാണിച്ചു കൊടുക്കുവാനായിട്ട് നിങ്ങൾക്ക് കഴിയണം. അതായിരിക്കണം നിങ്ങളുടെ സമ്പാദ്യം. അതിനപ്പുറത്തേക്കുള്ള സമ്പാദ്യങ്ങളൊക്കെ വ്യർത്ഥമാണ്. അപ്പോൾ അച്ഛനെ ഈ ചാരിറ്റി പ്രവർത്തനം, അപ്പോൾ ഇപ്പോൾ ഈ വൃദ്ധസദനത്തിലാണല്ലോ, അപ്പം ഇങ്ങനെയുള്ള ഈ ചാരിറ്റി വർക്ക് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യണമെന്നൊരു താല്പര്യം തോന്നിയത് എന്നാണ്? അതിൻ്റെ കാരണം എന്താ? എൻ്റെ വീട്ടിൽ പൗരാണികമായ ഒരു ക്രൈസ്തവ ഭവനമാണ്. എൻ്റെ വീട്ടിൽ പണ്ട് കാലം തൊട്ടേ ഞങ്ങളുടെ കൃഷിപ്പണിക്ക് വരുന്ന പണിക്കാരുണ്ട്. അതായത് ശങ്കരന്, കാളിയമ്മ, കൊച്ചു ചെറുക്കൻ, തുളസി, ഇവരൊക്കെ ഞങ്ങളുടെ കൃഷിപ്പണിക്കാരാണ്. അപ്പോൾ അവരൊക്കെ വരുമ്പോൾ അവരോടുള്ള സംസാരത്തിലും അവരുടെയൊക്കെ കഷ്ടതകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഞാൻ കാണുന്നുണ്ടായിരുന്നു. അപ്പോഴേ ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പൂഴിക്കാട് ഗവൺമെൻറ് UP സ്കൂളിൽ തങ്കമ്മ എന്ന് പറയുന്നൊരു ടീച്ചറുണ്ടായിരുന്നു. ടീച്ചർ ഒരു ഹരിജൻ സമുദായത്തിൽപ്പെട്ട ഒരു ടീച്ചറാണ് തങ്കമ്മ ടീച്ചർ. ടീച്ചർ ഞങ്ങൾ ഓരോരുത്തരോടും ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ് ആഗ്രഹം? അപ്പം ഞാൻ പറഞ്ഞു, എനിക്കൊരു പുരോഹിതനാകണം. ടീച്ചർ വളരെ അത്ഭുതത്തോടെ എന്നെ നോക്കിക്കൊണ്ട് ചോദിച്ചു, എന്താ ഈ പുരോഹിതൻ ആകണമെന്ന് ആഗ്രഹം? ഞാൻ പറഞ്ഞു, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം. അപ്പം ഞാൻ വളരെ ചെറുപ്പത്തിൽ തന്നെ അനേക വിശുദ്ധരുടെ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്. പലവരുടെയും, അതായത് സമൂഹത്തിൽ മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള ഫാദർ ഡാമിയന്, അതുപോലെ തന്നെ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചുള്ള വില്യം കേറി, സെറാംപൂർ യൂണിവേഴ്സിറ്റി സ്ഥാപിച്ച വില്യം കേറി, അങ്ങനെയുള്ളവരുടെയൊക്കെ പുസ്തകങ്ങൾ ഞാൻ വളരെ ചെറുപ്പത്തിൽ തന്നെ വായിക്കുമായിരുന്നു. ഈ വായിച്ചു കഴിഞ്ഞപ്പോൾ എന്തുകൊണ്ട് എനിക്കും ഇതുപോലെയൊക്കെ ആയിക്കൂടാ എന്നൊരു ചിന്ത എന്നെ ഭരിച്ചു. ആ ചിന്ത എന്നെ വളർന്നു വരികയായിരുന്നു. ഞാൻ ജീവിതത്തിൽ ഒരിക്കൽ പോലും എൻ്റെ യൗവനത്തിൽ പെണ്ണ് കെട്ടുന്നതിനെക്കുറിച്ച്, വിവാഹം കഴിക്കുന്നതിനെക്കുറിച്ച് ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടേ ഇല്ല. പക്ഷേ എൻ്റെ മുഴുവൻ അംബീഷൻ എനിക്ക് കുറച്ച് നല്ല കാര്യങ്ങൾ ചെയ്യണം. കരയുന്നവൻ്റെ കണ്ണീരൊപ്പണം. അവന് വേണ്ടി എന്തെങ്കിലും എനിക്ക് ചെയ്യണം. അതിന് വേറെ ഒരു കാര്യങ്ങളുണ്ട്. എൻ്റെ കുടുംബത്തിൽ, എൻ്റെ അമ്മയുടെ കുടുംബത്തിൽ ധാരാളം പുരോഹിതന്മാരുണ്ടായിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ ജീവിതവും എന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്കും അവരെപ്പോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ളൊരു വലിയ ചിന്ത എന്നെ ഭരിക്കുന്നുണ്ടായിരുന്നു. ഞാനത് അനുസരിച്ചാണ് എൻ്റെ ജീവിതത്തെ ക്രമീകരിച്ചുള്ളത്. ഞാനൊരു സസ്യഭുക്കാണ്. ഞാനിതുവരെ മാംസാഹാരമൊന്നും കഴിച്ചിട്ടില്ല ജീവിതത്തിൽ, ഒരിക്കൽ പോലും. ചെറുപ്പത്തിലും കഴിച്ചിട്ടില്ല. അന്ന് തൊട്ടേ ജീവിതം ഈ ഒരു ക്രൈസ്തവ സന്യാസിക്ക് വേണ്ടിയുള്ള ജീവിതമാണ് ഞാൻ രൂപപ്പെടുത്തുകയും ചിട്ടപ്പെടുത്തുകയും ചെയ്തത്. അതുകൊണ്ട് ഒരിക്കൽ പോലും മാംസാഹാരങ്ങളൊന്നും ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. ഇവിടെയും ഇവിടെയുള്ള എൻ്റെ സഹപ്രവർത്തകരും എൻ്റെ കൂടെ താമസിക്കുന്ന അവർക്കിഷ്ടമുള്ള ആഹാരമെല്ലാം ഞാൻ കൊടുക്കും. പക്ഷെ ഞാനിതൊന്നും കഴിക്കാറില്ല. അതെ അതെ. അപ്പം ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലേക്ക് കടന്നു വരാനുള്ള കാരണം ഈ പിതാക്കന്മാരുടെയൊക്കെ പുസ്തകങ്ങൾ വായിച്ചപ്പോൾ അവരിൽ നിന്നുള്ളൊരു സ്വാധീനമാണ്. അങ്ങനെയെങ്കിൽ ആദ്യമായിട്ട് ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലേക്ക് അച്ഛൻ ഇറങ്ങിത്തിരിച്ചത് അത് എവിടെയായിരുന്നു? ഞാൻ 1991 ഞാൻ സെറാംപൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് BD ഡിഗ്രി എടുത്തിട്ട് തിരുവനന്തപുരം ഭദ്രാസനത്തിന്, മലങ്കര ഓർത്തഡോക്സ് സഭയുടെ തിരുവനന്തപുരം ഭദ്രാസനത്തിൻ്റെ പ്രഥമ മെത്രാപ്പോലിത്ത ആയിരുന്ന ഇവറിസ് മാർ ദിയോസ്കോറോസ് തിരുമേനിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ടാണ് ഞാൻ തിരുവനന്തപുരത്തേക്ക് ചെല്ലുന്നത്. അവിടെ തിരുമേനി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഫിസിക്കൽ മെഡിസിനിലെ ഡോക്ടറായിരുന്ന ഹരിഹരനോടുകൂടി ചേർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കാലും കൈയുമില്ലാതെ ജനിക്കുന്ന കുഞ്ഞുങ്ങളെ വളർത്തുന്നതിന് വേണ്ടി തിരുവനന്തപുരത്തുള്ള ശ്രീകാര്യത്തിനടുത്തുള്ള കട്ടേല എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വികലാംഗ ബാലഭവനം ആരംഭിച്ചിരുന്നു. അതിൻ്റെ പേര് ഹോളി ട്രിനിറ്റി വികലാംഗ ബാലഭവനം എന്നായിരുന്നു.
അവിടെ ഏതാണ്ട് ഒരു 45ഓളം കുഞ്ഞുങ്ങൾ കാലും കൈയും ഇല്ലാത്തവരുണ്ടായിരുന്നു. പലരെയും കക്കൂസി കൊണ്ടുപോകണമെങ്കിൽ ക്ലോസറ്റിൽ എടുത്ത് വെക്കണമായിരുന്നു. ഒന്നീ അവർക്ക് കാലുകൾ കാണില്ല, ചിലപ്പോൾ അവർക്ക് കൈ കാണുകയില്ല, ചിലപ്പോൾ പോളിയോ വന്ന് തളർന്നവരായിരിക്കും. അങ്ങനെയുള്ള 48ഓളം കുഞ്ഞുങ്ങളെ തിരുമേനി വളർത്തുന്നുണ്ടായിരുന്നു. അത് നിർദ്ധരരായ മാതാപിതാക്കളുടെ. അത് തിരുമേനിക്ക് ആ സ്വാധീനം കൊടുത്തത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഫിസിക്കൽ മെഡിസിനിലെ ഡോക്ടർ ഹരിഹരനായിരുന്നു. അങ്ങനെ ഞാൻ ആ തിരുവനന്തപുരത്തേക്ക് ചെല്ലുമ്പോൾ ഈ സ്ഥാപനം തുടങ്ങിക്കഴിഞ്ഞിരുന്നു. അപ്പം ഞാൻ തിരുമേനിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്നതുകൊണ്ട് ഞാൻ അവിടേക്ക് പോവുകയും അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ പിന്നീടാണ് ഞാനാണ് നിയന്ത്രിച്ചത്. കാരണം തിരുമേനിക്ക് പാർക്കിൻസോണിസം എന്ന രോഗം വന്ന് കൈവറയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പം തിരുമേനിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ ഞാനായിരുന്നു കാര്യങ്ങളൊക്കെ കൂടുതൽ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് ഈ കുഞ്ഞുങ്ങളുടെ ദയനീയ അവസ്ഥ കണ്ടു കഴിഞ്ഞപ്പോൾ കൂടുതൽ എന്തൊക്കെയൊക്കെ ചെയ്യണമെന്ന് തോന്നി. തിരുമേനിയുടെ വിൽപത്രം എൻ്റെ പേരിലായിരുന്നു എഴുതി വെച്ചിരുന്നത്. തിരുമേനി കാലം ചെയ്തപ്പോൾ റാന്നിയിൽ കൊണ്ടുവന്ന് തിരുമേനി കബറടക്കി. അതിനുശേഷമാണ് റാന്നി സെൻട്രൽ സോഷ്യൽ സർവീസ് സൊസൈറ്റിക്ക് രൂപം കൊടുക്കുന്നതിനെക്കുറിച്ച് ഞാനും പ്രസാദ് കടപുഴി എല്ലാം കൂടെ ചേർന്ന് ആലോചിക്കുകയും അവിടെ റാന്നിയിലുണ്ടാകുന്ന ആക്സിഡൻറ്റിൽ ഒരാൾ പോലും റോഡിൽ വീണ് കിടക്കാൻ പാടില്ല, അവരെ എടുത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുക, അവർക്ക് വേണ്ട ശുശ്രൂഷകൾ നൽകുക, അങ്ങനെ രക്തം വീണുന്നവർക്ക് രക്തം കൊടുക്കുക, ഉണക്ക് കാലത്ത് വേനൽക്കാലത്ത് വെള്ളമില്ലാത്തവർക്ക് വെള്ളം എത്തിക്കുക, പല കുടുംബങ്ങളിലെ തമ്മിൽ കുടുംബ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കുക, മദ്യപാനികളെ കൗൺസിലിംഗ് സെൻറ്റർ എത്തിക്കുക. അങ്ങനെ വലിയൊരു ചാരിറ്റി വർക്കായിരുന്നു ഈ സെൻട്രൽ സോഷ്യൽ സർവീസ് സൊസൈറ്റി ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് 2005 തിരുമേനിയെ ഇവിടെ പത്തനംതിട്ടയിലെ യൂസബിയസ് തിരുമേനി ഞങ്ങളുടെ ആശ്രമ കമ്മ്യൂണിറ്റിയുടെ ചാപ്റ്ററിന് ഒരു അപേക്ഷ കൊടുത്തിട്ട് എന്നെ അവിടുന്ന് പിൻവലിക്കുന്നത്. അന്ന് തൊട്ട് 2006 മാർച്ച് മാസം 30 ഞാനിവിടെ വരുന്നത്. ഇവിടെ വന്ന് ഞാൻ ഒറ്റയ്ക്കാണ് ഇവിടെ ആദ്യം താമസിച്ചത്. വേറെ ഇവിടെ കിണറൊന്നുമില്ല. ഞാൻ അടുത്ത വീട്ടിലെ വെള്ളം ഈ കലത്തിലാണ് ചുമ്മിക്കൊണ്ട് വരുന്നത്. അന്ന് കിണറൊന്നുമില്ല. അപ്പം ഇവിടെ ഉള്ളവരൊക്കെ ചോദിച്ചു. അന്ന് ഞങ്ങൾ മലങ്കര ഓർത്തഡോക്സ് സഭയിലെ പുരോഹിതന്മാർക്ക് തൊപ്പിയുണ്ട്. ഈ അച്ഛന് ഭ്രാന്താണോ കലത്തിലൊക്കെ വെള്ളം ചുമ്മിക്കൊണ്ട് പോകാൻ എന്നൊക്കെ അയൽവക്കത്തുള്ളവരൊക്കെ ചോദിച്ചു ആദ്യ കാലഘട്ടത്തിൽ. പിന്നീട് ഞാനിവിടെ 6 മാസം ഒറ്റയ്ക്കാണ് താമസിച്ച്. പിന്നീട് പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞപ്പോഴെല്ലാം ഒരു ഫുൾ സപ്പോർട്ടായി. അപ്പം തന്നെ കഴിഞ്ഞതെല്ലാം വർഷം തന്നെ ഇവിടെ ഏതാണ്ട് 77 ലക്ഷം രൂപയോളം ഇവർക്ക് വേണ്ടി നമ്മൾ ചിലവഴിച്ചു കഴിഞ്ഞു. അത് മുഴുവൻ നാട്ടുകാരാണ് നമുക്ക് കൊണ്ടുതരുന്നത്. നമ്മുടെ പ്രവർത്തനങ്ങൾ ജെനുവിനായിട്ട് സത്യസന്ധമായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് സുവിശേഷ വേലയ്ക്ക് പണത്തെക്കുറിച്ച് നമ്മൾ ദുഃഖിക്കേണ്ട കാര്യമില്ല, അതിനെക്കുറിച്ച് വേവലാതിപ്പെടേണ്ട കാര്യമില്ല. അത് സത്യസന്ധമായിരിക്കണം, ദൈവഹിതം ആയിരിക്കണം. അത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ജനത്തെ ബോധ്യപ്പെടുത്തുകയും ചെയ്യണം. അപ്പം അങ്ങനെ സാമൂഹിക പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഇപ്പോൾ ഏതൊക്കെ മേഖലകളിലാണ് അച്ഛൻ പ്രവർത്തിക്കുന്നത്? ഇപ്പോഴും ഞാൻ പ്രവർത്തിക്കുന്നത് ഈ പത്തനംതിട്ടയിലുള്ള മാർ ഗ്രിഗോറിയോസ് ശാന്തി സദനത്തിൻ്റെ ഡയറക്ടർ, അങ്ങാടിക്കൽ കൊടുമൺ അങ്ങാടിക്കൽ മാർ ഗ്രിഗോറിയോസ് സ്നേഹാലയത്തിൻ്റെ മാനേജരും കറസ്പോണ്ടൻറ്റും, റാന്നി സെൻട്രൽ സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ സ്ഥാപക രക്ഷാധികാരി, അതോടൊപ്പം തന്നെ പത്തനംതിട്ട ജില്ലയിലെ കരൾ മാറ്റിവെച്ചുള്ളൊരു സംഘടനയുടെ ലിവർ ഫൗണ്ടേഷൻ ഓഫ് കേരളയുടെ പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിൻ്റെ രക്ഷാധികാരി ആണ് ഞാനിപ്പോൾ. കരൾ മാറ്റിവെച്ച കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ അച്ഛൻ്റെ കരൾ സംബന്ധമായ ഒരു ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ നടന്നില്ലേ? അതെ, 2013 ജൂൺ മാസം 20 എൻ്റെ കരൾ മാറ്റിവെച്ചു. ഞാൻ ഇവിടെ പ്രവർത്തിക്കുന്ന സമയത്ത് ഇവിടെ താമസിച്ചിരുന്ന ഒരു വ്യക്തിയിൽ നിന്ന് എനിക്ക് മഞ്ഞപ്പിത്ത രോഗം ബാധിക്കുകയും അതോടൊപ്പം തന്നെ എൻ്റെ കഠിനമായ ഫാസ്റ്റിംഗ് നിമിത്തം എൻ്റെ കരൾ ഡാമേജ് ആവുകയും ചെയ്തു. അങ്ങനെ എൻ്റെ കരൾ മാറ്റിവെക്കേണ്ടതായിട്ട് വന്നു. എൻ്റെ സഹോദരൻ്റെ കരളാണ് എനിക്ക് വെച്ചിരിക്കുന്നത്. ഇപ്പോഴേ ദൈവത്തിൻ്റെ വലിയ കൃപയാൽ 11 വർഷം പൂർത്തീകരിച്ച് 12ാമത്തെ വർഷത്തിലേക്ക് ഞാൻ കയറിയിരിക്കുകയാണ്. അപ്പോൾ പത്തനംതിട്ട ജില്ലയിൽ ഏതാണ്ട് 40ഓളം പേരുടെ കരൾ മാറ്റി വെച്ചിട്ടുണ്ട്. ആ സംഘടനയുടെ ലിവർ ഫൗണ്ടേഷൻ ഓഫ് കേരളയുടെ പത്തനംതിട്ട ജില്ല രക്ഷാധികാരിയായിട്ടും ഞാൻ പ്രവർത്തിക്കുകയാണ്. അപ്പോൾ അച്ഛൻ ഈ അനാഥരായിട്ടുള്ള ആളുകളേക്ക് ഇങ്ങനെ എടുത്ത് പരിപാലിക്കുമ്പോൾ അച്ഛൻ ഒരുപാട് അനുഭവങ്ങളുണ്ട് ഇതിൻ്റെ അകത്ത്. ഇതിൻ്റെ അകത്ത് ഇവിടെ വരുന്ന ആളുകൾ
തീർത്തും അനാഥരായിട്ടുള്ളവരാണോ അതോ ആരെങ്കിലുമൊക്കെ ഉള്ള ആളുകളാണോ? എന്താണ് അതിൻ്റെ ഒരു? രണ്ട് കൂട്ടരുമുണ്ട്. കുറേ പേര് അനാഥരായിട്ടുള്ളവരുണ്ട്, കുറേ പേര് മക്കളുണ്ട്, പക്ഷെ അവരെ സംരക്ഷിക്കുന്നില്ല. എന്നാൽ ഞാനിപ്പോൾ പറയുന്ന എൻ്റെ പ്രായോഗിക ജീവിതത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഇവിടെ വരുന്ന വൃദ്ധജനങ്ങളുടെ കയ്യിലെ കുഴപ്പവും ഉണ്ട്. ആവുന്ന കാലത്ത്, യൗവനകാലത്ത് സൃഷ്ടാവിനെ അറിയാതെ മദ്യപിച്ച് തോന്നിവാസികളായി ജീവിച്ച് മക്കളെയും ഭാര്യയെയും സംരക്ഷിക്കാതെ തന്നിഷ്ടപ്രകാരം ജീവിച്ചിട്ട് വാർദ്ധക്യമാകുമ്പോൾ മക്കളുടെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ അവർ തിരിഞ്ഞു നോക്കാറില്ല. കാരണം ഞങ്ങളെ വളർത്തിയിട്ടില്ല. ഞങ്ങൾക്ക് പഠിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് സ്കൂളിലെ ഫീസ് തന്നിട്ടില്ല. ഞങ്ങൾ വിശന്ന് പൊരിഞ്ഞ് നടക്കുന്ന സമയത്ത് നീ വല്ലതും കഴിച്ചിട്ടുണ്ടോ എന്ന് ഞങ്ങളോട് ചോദിച്ചിട്ടില്ല. അന്ന് മദ്യപിച്ച് കൂത്താടി നടക്കുകയാണ്. അപ്പം ആ നടക്കുന്ന അങ്ങനെയുള്ള കുറേ പുരുഷന്മാരുണ്ട്. അവർ ഒരു പ്രായമായി കഴിയുമ്പോൾ മക്കൾ പറയും ഞങ്ങളെ വളർത്തിയിട്ടില്ല. എനിക്കൊരു അനുഭവമുണ്ട്. ഞങ്ങളുടെ മതാച ഓർത്തഡോക്സ് സഭയുടെ വിശ്വാസപ്രകാരം ശവസംസ്കാര സമയത്ത് ആൺമക്കൾ ആരെങ്കിലും വന്ന് പിതാവിൻ്റെ മുഖം മൂടുന്ന ഒരു പതിവുണ്ട്. മറ്റു സഭകളിലുണ്ടോ എന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ മറ്റ് പ്രൊട്ടസ്റ്റൻ്റ് സഭകളിലും എല്ലാം ഉണ്ട്. അപ്പോൾ ഞാനൊരു മകനോട് ഈ പിതാവിൻ്റെ മുഖമൊന്ന് മൂട് എന്ന് പറഞ്ഞപ്പോൾ അത്രയും ജനങ്ങളുടെ മുന്നിൽ വെച്ച് ആ മകൻ എന്നോട് പറയുകയാണ്, എനിക്കിങ്ങനെ ഒരു അപ്പനില്ല, അദ്ദേഹം എന്നെ വളർത്തിയിട്ടില്ല, ഞാനും എൻ്റെ അമ്മയും വളരെ പട്ടിണി കിടന്നാണ് ജീവിച്ചത്, ഞങ്ങൾക്ക് ഇങ്ങനൊരു അപ്പനില്ല. ഈ അവസരത്തിൽ അയാൾ അനാഥാലയത്തിൽ കിടന്ന് മരിച്ചു. ശവമായിട്ട് ഇപ്പം വന്നിരിക്കുക അടക്കണമെന്ന്. മുഖമൊന്നും എന്നെക്കൊണ്ട് മൂടാനൊക്കെയില്ല. അപ്പം ഞാൻ പറഞ്ഞു, ശരി, താങ്കളുടെ പിതാവിൻ്റെ മുഖം മൂടാൻ തങ്ങൾക്ക് മടിയാണെങ്കിൽ സാരമില്ല, ഇത്ര വർഷമായിട്ട് ഞാൻ ഈ പിതാവിനെ സംരക്ഷിക്കുകയാണ്, ഈ പിതാവിൻ്റെ മകൻ എന്നുള്ള സ്ഥാനം എനിക്കാണ് ഇപ്പോഴുള്ളത്, അതുകൊണ്ട് ഞാൻ മുഖം മൂടുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ നെറ്റിക്ക് ഒരു ഉമ്മയും കൊടുത്ത് ആ മുഖം മൂടിയിട്ട് ഞാൻ അമൃത ശരീരം സംസാരിക്കേണ്ടി എനിക്ക് വന്നു. ഇത് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഫീലിംഗ് ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ എല്ലാവരോടും പറയുന്നത്, നിങ്ങൾ ജീവിക്കുന്ന സമയത്ത് ജീവിക്കേണ്ട രീതിയിൽ ജീവിക്കണം. ഞാനിന്നൊരു മലങ്കര ഓർത്തഡോക്സ് സഭയിൽ ഒരു റമ്പാച്ചനാണ്. ഒരു സന്യാസിക്ക് യോഗ്യമായ ജീവിതം ഞാൻ നയിക്കുന്നില്ല എങ്കിൽ ഞാൻ ദൈവതിരുസന്നിധിയിൽ കണക്ക് പറയണം. പാസ്റ്ററിന് ഭാര്യയുണ്ട്, മക്കളുണ്ട്. പാസ്റ്റർ മക്കളെ വേണ്ട വിധത്തിൽ വളർത്തുകയും ഭാര്യയോട് സ്നേഹമായി പെരുമാറുകയും ഒരു സ്ത്രീക്ക് കൊടുക്കേണ്ട, ഒരു ഭാര്യയ്ക്ക് കൊടുക്കേണ്ട കരുതലും സംരക്ഷണവും കൊടുക്കുന്നില്ല എങ്കിൽ ആ സ്ത്രീ വെറുക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. തീർച്ചയായിട്ടും. അതുകൊണ്ട് നമ്മൾ ഏതവസ്ഥയിലായിരിക്കുന്നോ ആ അവസ്ഥയിൽ നിന്നുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം. ഞാൻ എൻ്റെ പ്രസംഗത്തിലൊക്കെ എല്ലാവരോടും പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങളാരും സ്വർഗത്തിൽ പോകാനായിട്ട് പ്രാർത്ഥിക്കേണ്ട. ആരും സ്വർഗത്തിൽ പോകാൻ പ്രാർത്ഥിക്കരുത്. സ്വർഗം തമ്പുരാൻ ഇഷ്ടമുള്ളവർക്ക് തമ്പുരാൻ കൊടുത്തോട്ടെ, നമ്മളെന്തിനാ ഇഷ്ടമുള്ളവർക്ക് കൊടുക്കട്ടെ. പക്ഷെ നിന്നെ ഏൽപ്പിച്ച ജോലി സത്യസന്ധമായും ഭംഗിയായും നിർവഹിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണം. ആ കൃപയാണ് നമുക്ക് ആവശ്യം. പരിശുദ്ധാത്മാവിൻ്റെ നൽവരമാണ് നമുക്ക് ആവശ്യം. പരിശുദ്ധാത്മാവ് നമ്മിൽ വരുന്നെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ പ്രവർത്തിക്കാനൊക്കെ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ഏതവസ്ഥയിലായിരിക്കുന്നു ആ അവസ്ഥയിൽ മുന്നോട്ട് പോകുവാനായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിക്കായിട്ട് നമ്മൾ കാത്തിരിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യണം. അപ്പോൾ അച്ഛൻ ഇങ്ങനെ ഈ അനാഥരായിട്ടുള്ള ആളുകളെ എടുത്ത് പരിപാലിക്കുമ്പോഴേ അവരോടൊക്കെ ഉള്ള അച്ഛൻ്റെ ഒരു സമീപനം ഉണ്ടല്ലോ. അപ്പം എൻ്റെ ഒരു ചിന്തയാണ് ഞാൻ പറഞ്ഞത്, ഈ മക്കളെ ഉപേക്ഷിച്ച ആളുകളിലൊക്കെ അവരുടെയൊക്കെ ഒരു മാനസിക നിലവാരം എന്താണ്? അവരുടെ മാനസിക നിലവാരം ഒരു തകർന്ന അവസ്ഥയിലാണ്. വരുമ്പോൾ അവരുടെയൊക്കെ ആറ്റിറ്റ്യൂഡ് ആദ്യം വരുന്ന ഒരു 6 മാസം അവർ വളരെ വൈരാഗ്യ ബുദ്ധിയോടാണ് പെരുമാറുന്നത്. എനിക്കൊരു അനുഭവമുണ്ട്. ഞാനൊരു അക്രൈസ്തവയായ അമ്മയുടെ പേര് തങ്കമ്മ എന്നായിരുന്നു. അമ്മയെ ഞാനിവിടെ കൊണ്ടുവന്ന് സംരക്ഷിക്കുന്ന സമയത്ത് ആദ്യം വന്ന ദിവസം അത് ഒരു ഞായറാഴ്ച ഉച്ചയ്ക്കാണ് ഈ അമ്മയെ നാട്ടുകാരിവിടെ കൊണ്ടുവരുന്നത്. അപ്പം ഞാൻ ആ സമയത്ത് നേരത്തെ എന്നോട് പറഞ്ഞത്, ഞാൻ പറഞ്ഞു ഇവിടെ അമ്മയെ കൊണ്ടുവന്ന് ആക്കിക്കോ, ഞാൻ പള്ളിയിൽ പോയിട്ട് വൈകിട്ടേ വരികയുള്ളൂ, നിങ്ങൾ അമ്മയെ കൊണ്ടാക്കിക്കോളാൻ പറഞ്ഞു.
ഈ അമ്മയെ സന്ധ്യയ്ക്ക് ഇവിടെ കഞ്ഞിയും പയറ്, അച്ചാറ്, പപ്പടം അല്ലെങ്കിൽ അങ്ങനെയുള്ള ആഹാരമാണ് വൈകിട്ട് ഇവർക്ക് കൊടുക്കുന്നത്. അപ്പം ഈ അമ്മയ്ക്ക് കൊടുത്ത കഞ്ഞി കൊടുത്തണക്ക് അമ്മ കഞ്ഞി കുടിക്കാതെ അവിടെ ഇരിക്കുകയാണ്. ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മ എന്താണ് ഈ കഞ്ഞി കുടിക്കാതെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത്? ഞാൻ അമ്മയോട് സ്നേഹത്തോടെ അമ്മ ഈ കഞ്ഞി കുടിക്കുക എന്ന് പറയുകയും തിളച്ച കഞ്ഞി എടുത്ത് എൻ്റെ തലയിലേക്കാണ് ഒഴിച്ചത്. അതൊരു ഭയങ്കര സംഭവമാണ്. തിളച്ച കഞ്ഞി ഒഴിച്ചു. നീ എന്നെ പീഡിപ്പിക്കാൻ വന്നതാണോ? ഇതാ ചോദ്യം. ഞാൻ ഞെട്ടി വിറച്ചു പോയി. എന്നാൽ ഞാനിട്ടിരിക്കുന്ന ഒരു നല്ല വെള്ളക്കുപ്പായി, ഞാൻ അന്ന് അച്ഛനാണ്, റമ്പാച്ചനായിട്ടില്ല. എൻ്റെ കുപ്പായത്തെ കൂടെ ആ കഞ്ഞിക്കകത്തെ മോരുകറിയും അച്ചാറും മൊത്തം ആ കുപ്പായത്തെ കൂടെ, എൻ്റെ മുഖം എല്ലാം കഞ്ഞിവെള്ളം. ഞാനതെല്ലാം തുടച്ച് കളഞ്ഞിട്ട് സാരമില്ലമ്മേ എന്ന് പറഞ്ഞു ഞാൻ അമ്മയെ ആശ്വസിപ്പിച്ചു. 1-2 ദിവസമൊക്കെ അമ്മ വളരെ കഞ്ഞിയൊക്കെ കുടിക്കാതെ ദേഷ്യത്തോടിരുന്നു. 3-ാമത്തെ ദിവസമായപ്പോഴത്തേക്ക് അമ്മ നോർമലായി. എനിക്ക് ആ അമ്മ മരിച്ചപ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വേദനയുണ്ടായത്. വേറൊരു കാര്യം, 2013 ജൂൺ മാസം 20-ാം തീയതിയാണ് എൻ്റെ കരൾ മാറ്റി വയ്ക്കുന്നത്. കരൾ മാറ്റി വെച്ചിട്ട് ഞാനൊരു 3 മാസം എറണാകുളത്തുള്ള ഒരു ഫ്ലാറ്റിലാണ് എന്നെ താമസിപ്പിച്ചിരുന്നത്. ആരും അറിയാതെ, ഇൻഫെക്ഷനൊന്നും ഉണ്ടാകാതെ, മറ്റാരും എൻ്റെ അടുക്കൽ വരാതെ ഇരിക്കാൻ വേണ്ടി എന്നെ അവിടെ താമസിപ്പിച്ചേക്കുന്നത്. ഞാനിവിടെ തിരിച്ചു വന്ന് ഇപ്പം ഞാൻ മാസ്ക് ഒക്കെയാണ് മുഖത്തെല്ലാം വെച്ചിരിക്കുകയാണ്. എങ്കിലും വന്ന ഉടനെ തന്നെ ഈ അമ്മമാരെ കാണാനും അപ്പച്ചന്മാരെ കാണാനുമായിട്ട് ഞാൻ പോയി. ആദ്യം ഈ അടുത്ത അമ്മ തങ്കമ്മ എന്ന് പറയുന്ന അമ്മയുടെ അടുക്കൽ ചെന്നപ്പോൾ എന്നെ മനസ്സിലായില്ല. എൻ്റെ സൗണ്ട് കേട്ടപ്പം അമ്മ എൻ്റെ കണ്ണിലേക്ക് നോക്കി. അപ്പോൾ എന്നോട് പറഞ്ഞു, എനിക്ക് ആളിനെ മനസ്സിലായില്ല, ആ മാസ്ക് ഒന്ന്, ആ തുണി ഒന്ന് മാറ്റാവോ എന്ന് ചോദിച്ചു. ഞാൻ ആ തുണിയെടുത്ത് മാറ്റിയപ്പം ഈ അമ്മ അവിടെ ഇരുന്ന് നിലവിളിക്കുകയാണ്, എൻ്റെ പൊന്നും മോൻ എവിടെ ആയിരുന്നു? ഞാൻ വിചാരിച്ചു എൻ്റെ മോൻ മരിച്ചു പോയെന്ന്. കഴിഞ്ഞ 3 മാസമായിട്ട് ഞാൻ കാണുന്നില്ല. എനിക്ക് ആരോടും ചോദിക്കാൻ വയ്യ, എൻ്റെ മോൻ മരിച്ചെന്ന് വെച്ചാൽ ഞാൻ ഇരുന്നേ. ഈ അമ്മയുടെ നിലവിളി സത്യത്തിന് ലോകത്തിലെ ഏറ്റവും സന്തോഷം അതാണ്. അത് പറയുമ്പോഴും ഇപ്പോഴും കണ്ണു പറയാറുണ്ട്. ഒരനുഭവമാണ്. അവർക്കൊരു നേരം ആഹാരം കൊടുത്തതുണ്ട്. ആ സന്തോഷവും. എൻ്റെ മോൻ തിരിച്ചു വന്നു. അപ്പം ഞാനെല്ലാ വിവരമൊക്കെ പറഞ്ഞപ്പോൾ ഇങ്ങനെ അക്രവിസ്തവയായ അമ്മ ഈശ്വര നന്ദി എന്ന് പറയുന്ന ആ രംഗം, ഞാൻ പറയുന്നു അതാ സ്വർഗം. ഒരനുഭവം, ഒരനുഭവം തന്നെ അല്ലേ ഈ അച്ഛൻ പറയുന്നത്. വളരെ ശരിക്കും പറഞ്ഞാൽ വലിയ വിഷമം തോന്നുന്നു. ഈ ഇത് കേട്ടോ, അച്ഛൻ വലിയ സങ്കടം വരുന്നത്. ഈ ഹൃദയമുള്ളവർക്ക് അറിയുമെന്ന് പറഞ്ഞ പോലെയാണ്. ഈ അനാഥ മന്ദിരങ്ങളൊക്കെ നടത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ഈ ദിവസവും കാണുവാണ് ഓരോ സംഭവങ്ങൾ. എനിക്ക് അതുപോലെ തന്നെ വേറെ അനുഭവങ്ങളുണ്ട്. ഈ അമ്മ മരിച്ചിട്ട് ബോഡി കൊണ്ടുവന്ന മക്കളുണ്ട്. സ്വത്തിനെ ചൊല്ലി ആ ബോഡികളൊക്കെ ആ പൊതു ശ്മശാനത്തിലേക്ക് കൊണ്ട് ദഹിപ്പിക്കേണ്ടി വന്നിട്ടുണ്ട് എനിക്ക്. ഇതെല്ലാം ഈ അച്ഛൻ കാണേണ്ടി വരുവാണ്. കാരണം ഇപ്പം തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങൾ വരെയായിട്ട് എൻ്റെ കയ്യിൽ നിന്ന് വെള്ളം ഞാൻ കൊടുത്ത് 68 പേര് മരിച്ചു. ഇവിടെ കിടന്ന് എൻ്റെ കയ്യിൽ തന്നെ ഇരുന്ന് 68 പേര് മരിച്ചു. അത് ഞാൻ ചിലരൊക്കെ മരിക്കുന്ന സമയത്ത് നമ്മൾ അവരുടെ അടുക്കൽ ചെന്ന് നിന്ന് പ്രാർത്ഥിക്കാറൊക്കെ ഉണ്ട്. ദൈവമേ, ഈ ആത്മാവിനെ നീ കൈക്കൊള്ളണമേ, അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലും തെറ്റുകളോ കുറ്റങ്ങളോ വന്നു പോയിട്ടുണ്ടെങ്കിൽ നിൻ്റെ കരുണാസമുദ്രത്തിൽ ഒന്ന് കഴുകി വെടിപ്പാക്കി നീതിമാന്മാർക്കുള്ള അവകാശവും ഓഹരി അമ്മയ്ക്ക് കൊടുക്കണമേ, അച്ഛന് കൊടുക്കണേ എന്നൊക്കെ പ്രാർത്ഥിക്കും. അപ്പോഴൊക്കെ അവരുടെ ജീവൻ പോകുന്ന സമയത്ത് അവർ അവരുടെ കൈ നമ്മുടെ കയ്യിലേക്ക് മുറുകെ പിടിച്ചിട്ട് ആ ജീവൻ പോകുന്ന അവസരങ്ങളൊക്കെ ഉണ്ട്. ചില ആഗ്രഹങ്ങളൊക്കെ നമ്മളോട് പറയാറുണ്ട്. എനിക്ക് എൻ്റെ മകനെ കാണണം, കൊച്ചുമോനെ കാണണം. ചിലർ പറയും എനിക്ക് അടുത്ത കാലത്ത് ഒരാൾ മരിച്ചപ്പം പറഞ്ഞ് എനിക്ക് മരിക്കുന്നതിന് മുമ്പ് പറയും കപ്പയും മീനും വേണം. ഞാനത് കൊണ്ടുവന്ന് മേടിച്ച് കൊടുത്തു. അത് കുറച്ച് കഴിച്ച് 2 ദിവസം കഴിഞ്ഞാണ് ആൾ മരിക്കുന്നത്. അവർക്ക് ചില ആഗ്രഹങ്ങളൊക്കെ ചിലർ പറയാറുണ്ട്. ഞാനൊരു പുതിയ പുസ്തകം എഴുതാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എത്രയെത്ര ജീവിതം, എത്രയെത്ര അനുഭവങ്ങൾ എന്ന് പറഞ്ഞൊരു പുതിയ പുസ്തകം. എൻ്റെ ജീവിതത്തെ ഏതാണ്ട് ഇപ്പോൾ ഒരു 22ഓളം പുസ്തകം ഞാൻ ഇതുവരെ എഴുതിയിട്ടുണ്ട്. ഇപ്പം നിത്യസൗഭാഗ്യം
എന്നൊരു പുസ്തകത്തിൻ്റെ 2ാം ഭാഗം ഇറക്കണം. ഞാനിപ്പം പാസ്റ്റർക്ക് തരാം, പുസ്തകം തരാം. അങ്ങനെ അതുകൂടാതെ ഒരു 180 ക്രൈസ്തവ ഗാനങ്ങളും ജയിച്ചിട്ടുണ്ട്. ഇതുവരെ ആരെയും കാണിച്ചിട്ടില്ല. അത് ബൈൻഡ് ചെയ്ത് ഇവിടെ തന്നെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അച്ഛൻ്റെ ജീവിതത്തിൽ ഇതുപോലെയുള്ള ഈ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിൽ വലിയ സംതൃപ്തനാണ്. സംതൃപ്തനാണ്. ഇപ്പോഴ് ഞാനും എൻ്റെ സഹപ്രവർത്തകനായ എൻ്റെ നാട്ടുകാരനായ കുരമ്പാലക്കാരനായ പന്തളത്തിന് സമീപമുള്ള കുരമ്പാലയിലുള്ള രമേശ് VP രമേശും ചേർന്ന് രമേശിൻ്റെ സമ്പാദ്യമായ 3 ഏക്കർ സ്ഥലം ഞാനുമായിട്ട് ആലോചിച്ച് ഞങ്ങൾ 2 പേരും കൂടെ ചേർന്ന് ബെർസ്കീപ്പ കൂടാരം ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന പേരിൽ ഒരു ട്രസ്റ്റ് രജിസ്റ്റർ ചെയ്യുകയും അതിൻ്റെ ഭാഗമായി ഞങ്ങൾ 4 ഏക്കർ സ്ഥലം ഇപ്പോൾ സംഘടിപ്പിച്ചു. ഇനിയിപ്പോൾ ഞങ്ങൾ ഉടൻ തന്നെ അവിടെ ക്രൈസ്റ്റ് അഭയഭവൻ എന്ന പേരിൽ ഒരു അനാഥാലയം തുടങ്ങാനുള്ള നീക്കത്തിലാണ്. ഞങ്ങൾ അവിടുത്തെ അതിൻ്റെ ബോർഡുകളൊക്കെ വെച്ചു. സ്ഥലമെല്ലാം പേരിക്കൂട്ടി കരമൊക്കെ അടച്ചു. അതിൻ്റെ പ്രവർത്തനത്തിലേക്ക് പോവുകയാണ്. എൻ്റെ സഹപ്രവർത്തകൻ രമേശാണ്. ഞങ്ങൾ 2 പേരും കൂടെ ചേർന്ന് നിർദ്ധരരും അശരണരും ആലംബഹീനരും യാതൊരു നിവൃത്തിയുമില്ലാത്തവരായ കുറേ അമ്മമാരെ, അത് 60 വയസ്സ് കഴിഞ്ഞ അമ്മമാരെ, അത് ജാതിയില്ല മതമില്ല, അവരെ സംരക്ഷിക്കാനുള്ള ഒരു പുതിയ പ്രോജക്റ്റ് തുടങ്ങാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഞങ്ങളുടെ കയ്യിൽ പണമൊന്നുമില്ല. ഇത് കേൾക്കുന്നവരാരെങ്കിലും ഞങ്ങളെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ പാസ്റ്ററെ കൈ കൊടുത്താലും ഞങ്ങൾക്കതൊരു സന്തോഷം ആയിരിക്കും ഞങ്ങളുടെ പ്രസ്ഥാനത്തിന്. അതായത് ഈ റംബാനച്ചൻ പറയുന്ന ഇതാണ്, അതായത് നമ്മുടെ രമേശ് നായർ ബ്രദറിൻ്റെ അനുഭവസാക്ഷ്യം ഞാൻ ഇതിൻ്റെ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. അപ്പോൾ അദ്ദേഹം ഒരു 4 ഏക്കർ സ്ഥലം, അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥലം അച്ഛന് ഇവർ 2 പേരും കൂടെ ചേർന്ന് ഒരു വൃദ്ധസദനം ആരംഭിക്കുകയാണ്. അപ്പം നിലവിൽ 2 ഉണ്ട്. അത് ഓർത്തഡോക്സ് സഭയുടെ കീഴിലാണ്. അച്ഛനാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. എന്നാൽ ഇവർ വേറൊരു പ്രൊജക്റ്റും കൂടെ ആരംഭിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഈ അനുഭവ സാക്ഷ്യം കേട്ട് കഴിയുമ്പോൾ ഹൃദയമുള്ളവൻ കരഞ്ഞു പോകും. കാരണം മക്കൾ നോക്കാനില്ല, സഹോദരങ്ങൾ നോക്കാനില്ലാതെ അനാഥരായി ഇവിടെ വന്ന് കിടക്കുന്ന ആളുകളുണ്ട്. അച്ഛൻ പറഞ്ഞു 68 പേർ ഈ അടുത്ത ദിവസങ്ങളിൽ മരണപ്പെട്ടത് അച്ഛൻ കാണുകയാണ്. അച്ഛൻ്റെ കയ്യിൽ ഈ 2006 മുതൽ ഈ 2024 വരെയുള്ള സമയങ്ങളിലാണ് ഈ 68 പേര് മരിക്കുന്നത്. അപ്പോൾ ഈ പലരും അച്ഛൻ്റെ കയ്യെ പിടിച്ചുകൊണ്ടാണ് മരിക്കുന്നത്. അപ്പം ഇത്രയും നാളും മക്കൾ ഉപേക്ഷിച്ചിട്ടുള്ള ആളുകളെ ഇവിടെ താമസിപ്പിച്ച് നോക്കി അവർക്ക് ഭക്ഷണം കൊടുത്ത്, ചിലർ ദേഷ്യപ്പെടും, ചിലർ മാനസികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട്. ഇതെല്ലാം നോക്കി കണ്ട് അവർ മരണപ്പെട്ടതിന് ശേഷം ഇവരെ കൊണ്ട് അടക്കി തിരിച്ചു വരുമ്പോൾ അച്ഛൻ്റെയൊക്കെ ഒരു മാനസിക വിഷമം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അപ്പം ഇതുപോലെ സമൂഹത്തിന് വേണ്ടി സേവനം ചെയ്യുന്ന ഈ അച്ഛനും അതുപോലെ രമേശ് ബ്രദറും ഇവരൊക്കെ ചേർന്ന് ആരംഭിക്കുന്ന ഈ അടുത്തൊരു പ്രൊജക്റ്റ്, അതിൻ്റെ പേര് ക്രൈസ്റ്റ് അഭയഭവൻ ഓർഫനേജ്. ക്രൈസ്റ്റ് അഭയഭവൻ ഓർഫനേജ് എന്നാണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ അമേരിക്കയിലും കാനഡയിലും ന്യൂസിലാൻഡിലും ഇംഗ്ലണ്ടിലും ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ കാണുന്ന ആളുകൾ, നിങ്ങൾ ഈ പത്തനംതിട്ടയിലൊക്കെ വരുമ്പോൾ ഈ വൃദ്ധസദനത്തിലൊക്കെ ഒന്ന് വരണം. ഈ അച്ഛൻ്റെ നമ്പർ അല്ലെങ്കിൽ അച്ഛൻ്റെ PAയുടെ നമ്പർ ഞാനിത് ഇടും. നിങ്ങൾ ആ നമ്പറിലൊക്കെ ഒന്ന് വിളിക്കണം. നിങ്ങൾക്ക് കഴിയുന്ന ഒരു സഹായം ഈ പ്രിയപ്പെട്ടവർക്കൊക്കെ നിങ്ങൾ അയച്ചു കൊടുക്കണം. കാരണം നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ അച്ഛൻ പറഞ്ഞ പോലെ നമ്മൾ എന്ത് നേടിയെന്ന് പറഞ്ഞാലും നമ്മുടെ ജീവിതത്തിൽ ഇതെല്ലാം ഒരിക്കലും ഇത് ഉപേക്ഷിച്ചിട്ട് നമ്മൾ പോകേണ്ടവരാണ്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നമ്മൾ ചെയ്തില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്താണ് മൂല്യം? അച്ഛന് ഏതൊക്കെ ചില അവാർഡുകളൊക്കെ കിട്ടിയെന്ന് ഞാൻ അറിഞ്ഞു. എന്തൊക്കെ അവാർഡുകളാണ് കിട്ടിയത്? ഭാരതീയ ദളിത് സാഹിത്യ അക്കാദമി ഡോക്ടർ അംബേദ്കർ നാഷണൽ അവാർഡ് ഡൽഹിയിൽ വെച്ച് എനിക്ക് നൽകുകയുണ്ടായി. അത് 2012 നൽകി. അത് കഴിഞ്ഞ് ഡോക്ടർ ജഗജീവൻ റാം കർമ്മരത്ന പുരസ്കാരം നൽകുകയുണ്ടായി. അടുത്ത കാലത്ത് നമ്മുടെ സംസ്ഥാന നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ സാറ് പത്തനംതിട്ട സാമൂഹ്യക്ഷേമ വകുപ്പിൻ്റെ ഒരു ആദരവ് അവരെ എന്നെ പ്രത്യേകമായിട്ട് ആദരിച്ചു. അതുകൂടാതെ പലപ്പോഴും പല
ലയൺസ് ക്ലബ്ബ്, റോട്ടറി ക്ലബ്ബ്, അങ്ങനെയുള്ള പല സംഘടനകളും, സ്ത്രീകളുടെ സംഘടനകളൊക്കെ അവർ വന്ന് ഒരുപാട് അവാർഡുകളൊക്കെ തന്നിട്ടുണ്ട്. അവാർഡിന് ഒന്നും ഞാൻ വലിയ വിലയൊന്നും കൽപ്പിക്കുന്നില്ല. അതിനകത്ത് അവാർഡിന് വേണ്ടിയോ സ്ഥാനമാനത്തിനോ ഒന്നും വേണ്ടി ഞാൻ പ്രവർത്തിച്ചിട്ടില്ല. ഈ സ്ഥാപനത്തിന്, ഞാൻ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെയുള്ള അമ്മച്ചിമാരുടെയോ അപ്പച്ചന്മാരുടെയോ ഫോട്ടോ എടുക്കാൻ അനുവദിക്കില്ല. ഈ സ്ഥാപനത്തിൽ പത്രക്കാർക്ക് പ്രവേശനമില്ല. ആരെന്ത് വേണേലും എന്നെ വന്ന് കണ്ടോണം, എന്നോട് സംസാരിച്ചോണം. എൻ്റെ അപ്പച്ചന്മാരെയും അമ്മച്ചിമാരെയും മീഡിയയുടെ മുന്നിൽ കൊണ്ടുവന്ന് അവരെ വിറ്റ് കാശാക്കുന്ന പരിപാടിയും എനിക്കില്ല. അങ്ങനൊരു പരിപാടിയേ ഇല്ല. എൻ്റെ അടുക്കൽ വന്നോണം, കണ്ടോണം, സംസാരിച്ചോണം. അവർക്ക് പോയി ഇവരോട് നേരിട്ട് കാണാം, സംസാരിക്കാം, കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കാം. പക്ഷേ ഇവരെക്കുറിച്ച് യാതൊരു വിധമായ വീഡിയോകൾ എടുക്കാൻ അനുവദിക്കില്ല. ഈ സ്ഥാപനത്തിൽ താമസിക്കുന്നവരുടെ പേരോ അവരുടെ നാടോ അവരുടെ ഫോട്ടോകൾ, അവരുടെ ജാതിയോ മതമോ ഒന്നും പബ്ലിഷ് ചെയ്യുകയില്ല. അത് രഹസ്യമായിരിക്കും. കാരണം ഇവിടെ താമസിക്കുന്ന പലരുമുണ്ട്. അതിൽ ഒരാളെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇനിയും ലോകത്തിൽ പോകാൻ പാകിസ്ഥാനും ചൈനയുള്ളൂ. ബാക്കി എല്ലാ രാജ്യങ്ങളും സന്ദർശിച്ചു. ഇറ്റലിയിൽ പോയി പോപ്പിൻ്റെ കുർബാന 2 പ്രാവശ്യം കണ്ടു. എലിസബത്ത് രാജ്ഞിയുടെ കൊട്ടാരത്തിൽ ഗസ്റ്റായി താമസിച്ചു. അങ്ങനെയുള്ളൊരു സ്ത്രീ ഇതിനകത്ത് താമസിക്കുന്നുണ്ട്. പട്ടാള മേജർമാർ താമസിക്കുന്നുണ്ട്. ഉന്നത സമൂഹത്തിൻ്റെ ഉന്നത ശ്രേണിയിലുള്ളവരൊക്കെ ഇവിടെ ഉണ്ട്. അവരൊക്കെ ഒരു കാലത്ത് ഉന്നത ശ്രേണിയിലായിരുന്നു. ഒന്നിൽ അവർ അവിവാഹിതരായിരുന്നു. അവർ ഒരു പ്രായം 10-90 വയസ്സ് ചെന്ന് കഴിയുമ്പം പിന്നെ അവർക്ക് ആരും നോക്കാനില്ല. കാരണം ആവുന്ന കാലത്ത് അവരുടെ ആങ്ങളമാരോ ചേട്ടത്തിമാരോ അനിയത്തിമാരോ ഒക്കെ കാണും. അവർ മരിച്ചു കഴിയുമ്പം ഈ ആങ്ങളുടെ മക്കൾക്കും മരുമക്കൾക്കും ഒന്നും ഈ മാവിയെയും അപ്പച്ചിയും ഒന്നും വേണ്ട. അതവർ വീട്ടിലൊരു തലവേദനയെന്ന് അവർ കാണുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എങ്ങനെയും ഇവർ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ മതി എന്ന് പറഞ്ഞുള്ള ഹറാസ്മെൻറ്റാണ്. അപ്പോൾ അവരിവിടേക്ക് എൻ്റെ അടുക്കിലേക്ക് അഭയം തേടി വരുമ്പോൾ ഞാനവരെ എൻ്റെ അമ്മയായി എൻ്റെ അപ്പനായി സ്വീകരിച്ച് അവർക്ക് വേണ്ട കരുതൽ കൊടുക്കുക. അല്ലാതെ അവരെ സമൂഹത്തിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് വലിയ ഒരു കാര്യമാണ്. നമ്മൾ എന്തെങ്കിലും ഒരു സേവന പ്രവർത്തനം ചെയ്താൽ അത് പരസ്യമാക്കുന്ന ഒരു കാലഘട്ടത്തിലാണിപ്പോൾ. ഇപ്പം ഞാൻ പറയുന്നത്, ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ താമസിക്കുന്ന ആളുകൾ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ളവർക്കൊരു നല്ല അവസരം, നിങ്ങൾ ഈ പത്തനംതിട്ട ജില്ലയിൽ പത്തനംതിട്ടയിൽ വന്നാൽ ഈ ആശ്രമത്തിലൊന്ന് വരണം. ഇവിടെ വന്ന് ഈ റംബാനച്ചനെ ഒന്ന് കാണുകയും നിങ്ങൾക്ക് ഇതിൻ്റെ അകത്തുള്ള അന്തേവാസികളെ എല്ലാം കാണാൻ പരിചയപ്പെടാം. പക്ഷേ ഫോട്ടോ എടുക്കാനോ അല്ലെങ്കിൽ മറ്റ് ഒരു വാർത്തയ്ക്ക് സംബന്ധിക്കാം അവരോട് സംസാരിക്കാം. അവരുടെ കൂടെ ഇരുന്ന് വേണമെങ്കിൽ ഭക്ഷണം കഴിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡൊണേഷൻ കൊടുക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് കൊടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഇങ്ങനെയുള്ള ഈ കാര്യങ്ങളെയൊക്കെ ഒന്ന് പ്രോത്സാഹിപ്പിക്കണം. ഇനി പന്തളത്ത് ആരംഭിക്കാൻ പോകുന്ന വൃദ്ധസദനം, അത് ആലപ്പുഴ ജില്ലയിൽ നൂറിനാടിന് സമീപം പാലമേൽ പഞ്ചായത്തിൽ ആദിക്കാട്ടുകുളങ്ങരയിലാണ് ഇത് തുടങ്ങുന്നത്. അത് പാലമേൽ പഞ്ചായത്തിലെ 10ാം വാർഡിലാണ് ഇത് തുടങ്ങുന്നത്. ഇത് ഞാൻ രമേശും കൂടെ ചേർന്നാണ് ഞങ്ങൾ തുടങ്ങിയിരിക്കുന്ന ട്രസ്റ്റിൻ്റെ പേര് ബെർസ്കീപ്പ കൂടാരം ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നാണ്. ഈ ട്രസ്റ്റ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ പ്രാരംഭ പണികളൊക്കെ ചെയ്ത് കഴിഞ്ഞു. ഇനി ഞങ്ങൾക്ക് അവിടെ ഇവരെ താമസിപ്പിക്കുവാനുള്ള ചില കെട്ടിടങ്ങളൊക്കെ വേണം. അതിനിപ്പോൾ എഞ്ചിനീയർ പറഞ്ഞേക്കുന്നത് ഇപ്പം 75 ലക്ഷം രൂപ ഉടനെ വേണം. ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല. ഞങ്ങൾ വിശ്വസിക്കുന്നു ദൈവം എല്ലാത്തിനും മതിയായവൻ. ഇങ്ങനെ കെട്ടിടങ്ങൾ പണിത് കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതിനും അവസരങ്ങളുണ്ട്. അപ്പം ഫസ്റ്റ് വേറൊരു കാര്യം കൂടെ ഉണ്ട്. ആർക്കെങ്കിലും അവരുടെ മാതാപിതാക്കളുടെയോ അവരുടെ കുടുംബത്തിൻ്റെ വകയായി ഒരു റൂം സ്പോൺസർ ചെയ്യാം. അവരുടെ പേരുകൾ, ഇന്ന കുടുംബം ആണ് ഈ റൂം സ്പോൺസർ ചെയ്തേക്കുന്നത് എന്ന് നമ്മളവിടെ ഒരു ഫലകം സ്ഥാപിക്കാനും നമ്മൾ തയ്യാറാണ്. അത് അവർ പണിത് തരുന്നു എങ്കിൽ, അതിനുള്ള പണം തരുന്നു എങ്കിൽ അതിന് ഞങ്ങൾ തയ്യാറാണ്. അതിൻ്റെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാലേ, ഈ ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആളുകളെ നോക്കാനായിട്ട് ഇന്ന് മക്കൾ പോലും തയ്യാറാകുന്നില്ല. ആ സമയത്താണ് ഈ അച്ഛൻ്റെ നേതൃത്വത്തിൽ കുറച്ച് ടീം അതിന് തയ്യാറായിട്ടുണ്ട്. അതാണ് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട. ഞങ്ങളിപ്പോൾ 11 പേരടങ്ങിയ ഒരു ടീമുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു അച്ഛനും അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിലുള്ള ആളുകളും തയ്യാറാകുമ്പോൾ നമ്മൾ അവരെ സഹായിക്കാൻ ബാധ്യസ്ഥരാണ്. അതാണ്
നമുക്ക് നമ്മുടെ സമൂഹത്തോടൊരു ഉത്തരവാദിത്വമുണ്ട്. നമ്മൾ സുവിശേഷകരാണെന്ന് പറയുന്നു, ക്രിസ്ത്യാനികളാണെന്ന് പറയുന്നു, കർത്താവിൻ്റെ പിന്നാലെ അനുഗമിക്കുന്നവരാണെന്ന് പറയുന്നു. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇവർക്കൊക്കെ വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാൻ തയ്യാറാണ്. അതിന് ഞങ്ങൾ അതിൻ്റെ കറക്റ്റായിട്ട് റെസിപ്റ്റ് കൊടുത്തിരിക്കും. ആ കണക്കുകൾ നമ്മൾ ഓഡിറ്റ് ചെയ്ത് നമ്മൾ പബ്ലിഷ് ചെയ്തിരിക്കും. ഓക്കെ, അത് ഞങ്ങൾ ജെനുവിൻ ആയിരിക്കണം. ഇനി എന്തെങ്കിലും കാര്യങ്ങൾ ഈ ആശ്രമമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അച്ഛൻ്റെ വ്യക്തിപരമായി ബന്ധപ്പെട്ടോ പൊതുജനം അറിയണമെന്ന് ആഗ്രഹിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? എനിക്ക് എന്നെക്കുറിച്ച് ആരും അറിയരുത്. ക്രിസ്തുവിൻ്റെ നാമം മഹത്വപ്പെടണം. അതെ, ഞാൻ അവൻ്റെ ദാസൻ മാത്രമാണ്. എനിക്ക് പെരുമയോ മഹത്വമോ വേണ്ട. എൻ്റെ പിതാവ് പ്രാർത്ഥിച്ചതുപോലെ നാനാജാതികളുടെ ഇടയിൽ പോയി ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മശിഹയെ സാക്ഷിക്കണം. എന്നെ വൈദിക സെമിനാരിയിൽ മിഷിയോളജി എന്ന് പറയുന്ന മിഷൻ പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിപ്പിച്ചത് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ മിഷണറി വീരനായ ഗീവർഗീസ് മാർ ഒസ്താത്യോസ് എന്ന തിരുമേനിയാണ്. അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളൊരു കാര്യം, നിങ്ങൾ മിഷണറി പ്രവർത്തനത്തിന് പോകുമ്പോൾ 3 കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കണം. ഒന്ന് സൂപ്പ്, ഒന്നാമത് സോപ്പ്, രണ്ടാമത് ചീപ്പ്, മൂന്നാമത് സൂപ്പ്. ഒന്നാമത് നിങ്ങൾ സോപ്പ് കൊടുക്കണം. ശരീരം മുഴുവൻ അഴുക്ക് പിടിച്ച് വൃത്തികേടായിരിക്കുന്ന ഒരു മനുഷ്യനെ കണ്ടാൽ ആദ്യം നിങ്ങൾ അവന് സോപ്പ് കൊടുത്ത് അവനെ കുളിപ്പിച്ച് വൃത്തിയാക്കണം. ആദ്യത്തെ സോപ്പ്. രണ്ടാമത് ചീപ്പ് കൊടുക്കണം. അവൻ്റെ തലമുടി ചീവി വൃത്തിയാക്കി അവനെ നല്ല വസ്ത്രം ധരിപ്പിക്കണം. മൂന്നാമത് അവന് സൂപ്പ് കൊടുക്കണം. അവന് നല്ല ഭക്ഷണം കൊടുക്കണം. എന്നിട്ട് വേണം അവനോട് സുവിശേഷം അറിയിക്കുക. അല്ലാതെ വിശന്നിരിക്കുന്നവനോട് കർത്താവിൻ്റെ വചനം പറഞ്ഞാൽ അവൻ്റെ തലയിൽ കയറുകയില്ല. അവൻ്റെ പ്രാഥമികമായ ആവശ്യങ്ങൾ നിറവേറ്റിയിട്ട് വേണം അവന് കാണിച്ചു കൊടുക്കാൻ. അത് നമ്മളെല്ലാ ക്രൈസ്തവരും മനസ്സിലാക്കിയിരിക്കണം. നമ്മുടെ ഇന്ന് പള്ളികൾക്കൊക്കെ ഒരുപാട് സംഭാവന കൊടുക്കാൻ ഒരുപാട് പേര് തയ്യാറാണ്. കാര്യം പള്ളിയിൽ ഇന്നിടത്തെ ഇന്ന അച്ചായന് ഇത്ര രൂപ കൊടുത്തെന്ന് പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ മനസ്സിലൊരു സന്തോഷമാണ് ആൾക്കാരുടെ മുൻപിൽ. പക്ഷേ ഞാൻ പറയും, ചെവി അറിയാതെ നിൻ്റെ അയൽവക്കത്ത് ആരെങ്കിലും പട്ടിണിപ്പാവുമുണ്ടെങ്കിൽ അവൻ ഒരു നേരത്തെ ആഹാരം കൊടുക്കണം. ആരെങ്കിലും പനി പിടിച്ച് കിടക്കുന്നുവെങ്കിൽ അവനെ പോയി ശുശ്രൂഷിച്ച് അവനൊരു കട്ടൻ കാപ്പി കൊടുക്കണം. ഞാൻ എല്ലാ ക്രൈസ്തവ സമൂഹത്തോടും പറയുന്നൊരു കാര്യം ഉണ്ട്. നിങ്ങൾ പള്ളിയിൽ വരുന്നതിനേക്കാൾ ഉപരി നിങ്ങൾ പള്ളിയിൽ പാനായിട്ട് വരുമ്പോൾ ഒരു പാവപ്പെട്ട രോഗി കിടക്കുന്നു എങ്കിൽ നിങ്ങൾ പള്ളിയിൽ വന്നില്ലെങ്കിലും കുഴപ്പമില്ല, അവനെ ഒന്ന് കുളിപ്പിച്ച് അവനെ ഒന്ന് വൃത്തിയാക്കി അവന് ചില ഭക്ഷണം വെച്ച് കൊടുക്കുന്നുവെങ്കിൽ അതായിരിക്കണം അന്നത്തെ നിൻ്റെ ബലി. പള്ളിയിൽ പോയി നിന്ന് കർത്താവേ കർത്താവേ എന്ന് വിളിച്ചവനൊന്നുമല്ല. ഞങ്ങളുടെ ഓർത്തഡോക്സ് സഭയുടെ കുർബാനയിൽ ചൊല്ലുന്നൊരു കാര്യമുണ്ട്, ഓരോരുവനും അവനവൻ്റെ പ്രവർത്തികൾക്ക് തക്കതുപോലെ. ഞാനും പാസ്റ്ററും ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ പ്രവൃത്തിയെ ശോധന ചെയ്യണം. തീർച്ചയായിട്ടും എവിടെയാണ് കുറവ്, എവിടെയാണ് ബലഹീനത, എവിടെയാണ് തെറ്റ് എന്ന് നമ്മൾ മനസ്സിലാക്കും. എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ എനിക്ക് എൻ്റെ അനുഭവം പറഞ്ഞാൽ, ഞാൻ എല്ലാ ദിവസവും 4 മണിക്കാണ് ഉണരുന്നത്. 4 മണിക്ക് ഉണർന്ന് ഞാൻ എൻ്റെ കട്ടിലിൽ അല്പനേരം ഇരുന്ന് ഞാൻ എന്നെ തന്നെ ഒന്ന് കർത്താവിന് സമർപ്പിക്കും. അതിനുശേഷം പോയി ഞാൻ ബാത്റൂമിലൊക്കെ പോയിട്ട് വന്നിട്ട് ഞാൻ കുറേ 1 മണിക്കൂർ നേരം ഇരുന്ന് പ്രാർത്ഥിക്കും. ഇന്ന് എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ ചെയ്യണം, ഈ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് ഞാൻ എൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കും. രാത്രി 10-10:30 ഞാൻ കിടക്കാവുന്ന സമയമാകുമ്പോൾ വീണ്ടും ഞാൻ എൻ്റെ കട്ടിലിരുന്നു കൊണ്ട് ചിന്തിക്കും, ഇന്ന് ഞാൻ ആരോടൊക്കെ എങ്ങനെ സംസാരിച്ചു, ആരോട് ദേഷ്യപ്പെട്ടു, ആരോട് ഞാൻ കോപിച്ചു, ആരോടൊക്കെ ഞാൻ എൻ്റെ പ്രവൃത്തിയിൽ കൗശലങ്ങൾ കാണിച്ചു. ഞാൻ എന്നോട് തന്നെ എൻ്റെ മനസ്സാക്ഷിയോട് ചോദിക്കും. എന്നിട്ട് എന്നെ തന്നെ ഞാൻ ശോധന ചെയ്തിട്ട്, കർത്താവേ, അറിഞ്ഞോ അറിയാതെയോ വാക്കിലോ പ്രവൃത്തിയിലോ
നിൻ്റെ തിരുഹിതത്തിനെതിരായി എന്തെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ വികാരത്തിലോ വിചാരത്തിലോ എൻ്റെ നോട്ടത്തിലോ എൻ്റെ സംസാരത്തിലോ ആരെയെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് നീ കരുണ ചെയ്യണമേ. ഞാൻ ബലഹീനനാണ്, ഞാൻ കുറവുള്ളവനാണ്. എൻ്റെ പാപങ്ങളെ നീ ഒന്ന് പോക്കണമേ. നിൻ്റെ കരുണാസമുദ്രത്തിൽ എൻ്റെ പാപങ്ങളെ കഴിയൊന്ന് വെടിപ്പാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ട് മാത്രമേ ഞാൻ എൻ്റെ കട്ടിൽ കിടക്കുകയുള്ളൂ. ഇനി വേറൊരു കാര്യമുണ്ട്. എൻ്റെ റൂമിൽ എന്നെ സംസ്കരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കല്ലറയുടെ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ മരിച്ചാൽ എന്നെ അടക്കുന്നതിന് വേണ്ടി എനിക്ക് വേണ്ടി ഇപ്പോഴേ കല്ലറ പണിതിട്ടിരിക്കുക. ആ കല്ലറയുടെ ഫോട്ടോ ഞാനെടുത്ത് എൻ്റെ കട്ടിലിൻ്റെ അവിടെ വെച്ചിട്ടുണ്ട്. വൈകിട്ട് കിടക്കാൻ നേരം ഞാൻ ഈ കല്ലറയോട് ചോദിക്കും, നാളെ ഞാൻ ഈ കല്ലറയിലാണോ എന്ന് എനിക്കറിയില്ല കർത്താവേ. കല്ലറയെങ്കിൽ കല്ലറ, ജീവിതമെങ്കിൽ ജീവിതം, രണ്ടായാലും ഞാൻ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കും. മരിച്ചാലും ജീവിച്ചാലും എൻ്റെ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുമെന്ന് പൗലോസ് അപ്പസ്തോലനെ പോലെ ഓരോ ദിവസവും ഞാൻ എൻ്റെ വിശ്വാസത്തെ ഉറക്കെ ഞാൻ പ്രഖ്യാപിക്കും. അതാണ് എൻ്റെ ക്രൈസ്തവ ജീവിതം. എനിക്കതിൽ സന്തോഷമാണ്. ഞാൻ പാസ്റ്ററോട് തുറന്നു പറയുകയാണ്, ഈ സന്യാസ ജീവിതത്തിൽ, ഈ അവിവാഹിത ജീവിതത്തിൽ ഞാൻ 100 150% സന്തോഷിക്കുന്നവരാണ്. ഞാൻ എല്ലാവരോടും പറയുന്നൊരു കാര്യമുണ്ട്. ചിലർ ചോദിക്കും, ഈ സന്യാസ ജീവിതമൊക്കെ നയിക്കുമ്പോൾ ഇതെങ്ങനെ ജീവിക്കും? ഭാര്യ വേണ്ടേ, മക്കൾ വേണ്ടേ, കുടുംബം വേണ്ടേ? ഞാൻ പറയും, ഒന്നാമത് നമ്മുടെ ലക്ഷ്യം രണ്ടാമതേ ഉള്ളൂ ഭൗതികതയും സെക്സും മറ്റു കാര്യങ്ങളും ഒക്കെ. ഫസ്റ്റ് നമ്മൾ ദൈവരാജ്യവും നമ്മുടെ ലക്ഷ്യവും. ഞാൻ ആവശ്യപ്പെടാതെ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ എന്നെ നീ ഉരുവാക്കി, എനിക്ക് നിനക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. ഞാൻ എപ്പോഴും എവിടെ വെച്ചാണോ ഞാൻ മരിക്കുന്നതെന്ന് എനിക്കറിയില്ല. എങ്കിലും നീ തരുന്ന ആയുസ്, നീ വിളിക്കുന്ന സമയം വരെ നിൻ്റെ മുൻപ് നീതിയോട് ജീവിക്കണം. ഞങ്ങളുടെ ഒരു പ്രാർത്ഥനയിൽ ചൊല്ലുന്നൊരു കാര്യമുണ്ട്. നമ്മൾ മരിച്ചു കഴിഞ്ഞ് കർത്താവിൻ്റെ മുൻപിൽ ചെന്ന് നിൽക്കുമ്പോൾ ന്യായവിധിയുടെ ദിവസത്തിൽ കർത്താവ് നമ്മുടെ മുഖത്തേക്ക് നോക്കിയിട്ട് നമ്മളോട് പറയരുത്, പോകുവീൻ ഞാൻ നിന്നെ അറിയുന്നില്ല എന്നുള്ള കഠിനതരമായ ശബ്ദം കേൾക്കുവാൻ ഇടയാക്കരുതേ. പിന്നെയോ എൻ്റെ വാത്സല്യമുള്ളവനെ, ലോകാരംഭത്തിന് മുമ്പായി നിനക്കായി ഒരുക്കിയിരിക്കുന്ന സ്വർഗരാജ്യമെന്ന് അവകാശിച്ചു കൊള്ളുവീൻ എന്നുള്ള ഇമ്പകരമായ ശബ്ദം കേൾക്കാൻ എന്നെ ഇടയാക്കണം. അതാ എൻ്റെ പ്രാർത്ഥന. എനിക്ക് ആ വാക്ക് കേൾക്കണം. അതാണ് എൻ്റെ ലക്ഷ്യം. അതിനപ്പുറത്തേക്ക് വേറൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. ഇപ്പോൾ അവസാനമായിട്ട് പിന്നെ ഈ കേൾക്കുന്ന ആളുകളോട് അച്ഛൻ എന്താണ് അവസാനമായിട്ടൊരു വാക്ക്, അതായത് ഈ വീഡിയോയുടെ അവസാനമായിട്ട് എന്താണെന്ന് പറയാം? എനിക്ക് പറയുവാനുള്ളത്, ഓരോരുത്തരോടും പറയുവാൻ, എന്നെ കേൾക്കുന്ന നിങ്ങൾ കുടുംബജീവിതം നയിക്കുന്നവരായിരിക്കാം. നിങ്ങൾ ഭാര്യയ്ക്ക് കൊടുക്കേണ്ട സ്ഥാനം ഭാര്യയ്ക്ക് കൊടുക്കണം, അപ്പന് കൊടുക്കേണ്ട സ്ഥാനം അപ്പന് കൊടുക്കണം, അമ്മയ്ക്ക് കൊടുക്കേണ്ട സ്ഥാനം അമ്മയ്ക്ക് കൊടുക്കണം, മക്കൾക്ക് കൊടുക്കേണ്ട സ്ഥാനം മക്കൾക്ക് കൊടുക്കണം. ആ ഓരോരുത്തർക്കും അവരവരുടെ സ്ഥാനങ്ങൾ അനുസരിച്ച് കൊടുക്കുവാൻ കഴിയണമെങ്കിൽ ദൈവകൃപയുണ്ടെങ്കിൽ മാത്രമേ ജീവിതം സന്തോഷമാകുകയുള്ളൂ. ഇന്ന് പല ഭവനങ്ങളിലെയും പ്രശ്നം, അമ്മയോട് ആലോചിക്കേണ്ടത് ഭാര്യയോട് ആലോചിക്കും, ഭാര്യയോട് ആലോചിക്കേണ്ടത് അമ്മയോട് ആലോചിക്കും, അപ്പനോട് ആലോചിക്കേണ്ടത് അളിയനോട് ആലോചിക്കും. ഇവിടെയാണ് പ്രശ്നം. ഓരോരുത്തർക്കും ഓരോ സ്ഥാനങ്ങളുണ്ട്, മാനങ്ങളുണ്ട്. അതനുസരിച്ച് ഓരോരുത്തർക്കും കൊടുക്കേണ്ട സ്ഥാനങ്ങളും മാനങ്ങളും കൊടുത്ത് അവരെ ബഹുമാനിച്ച് ആദരവോടെ നമ്മൾ ഒന്നാമത് പ്രവർത്തിക്കണം. രണ്ടാമത് എനിക്ക് പറയാനുള്ളത്, ദൈവം നിങ്ങൾക്ക് നൽകിയ സമ്പാദ്യം, അത് നിങ്ങളുടെ കഴിവ് കൊണ്ടോ നിങ്ങളുടെ അറിവുകൊണ്ടോ ജ്ഞാനം കൊണ്ടോ തന്നതല്ല, ഇത് ദൈവത്തിൻ്റെ കൃപയാണ്. അതിൽ ഒരു കുറേ അല്ലെങ്കിൽ അതിൻ്റെ ദശാംശം നിങ്ങൾ കഷ്ടപ്പെടുന്നവനും പാവപ്പെടുന്നവനും വേദനിക്കുന്നവനുമായി നിങ്ങൾ മാറ്റിവെക്കണം. ഞാനും എൻ്റെ ഭാര്യ, എൻ്റെ മക്കളെ, എൻ്റെ കുടുംബം എന്നുള്ള ചിന്താഗതി ഒന്ന് കളഞ്ഞിട്ട് അവർക്ക് കൊടുക്കേണ്ട സ്ഥാനങ്ങൾ കൊടുക്കണം. ദൈവരാജ്യം മുന്നിൽ കണ്ടുകൊണ്ട് ചെയ്യാവുന്ന ചെയ്യണം. മൂന്നാമത് എനിക്ക് നിങ്ങളോടൊക്കെ ചോദിക്കാനുള്ളത്, നിങ്ങൾ ഈ ഉണ്ടാക്കി വയ്ക്കുന്ന റബ്ബർ എസ്റ്റേറ്റും ബാങ്ക് ബാലൻസും
മണിമാളികകളും വരുന്ന തലമുറ വേണ്ട വിധത്തിൽ വിനിയോഗിക്കുമെന്ന് ആർക്ക് പറയുവാൻ കഴിയും? അതെ, തീർച്ചയായിട്ടും ആർക്ക് പറയുവാൻ കഴിയും? ഞാനൊരു ലാസ്റ്റിൽ എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ള, എൻ്റെ അമ്മ എനിക്ക് ഒരു 7 വയസ്സുള്ളപ്പോൾ എന്നോട് ഒരു സംഭവം പറഞ്ഞു. എനിക്കൊരു കഥ പറയുക, കഥയല്ല, അമ്മയ്ക്ക് നേരിട്ടറിയാവുന്നൊരു സംഭവം എന്നോട് പറഞ്ഞു. അമ്മ പറഞ്ഞ ഇതാണ്: അമ്മയ്ക്ക് അറിയാവുന്ന ഒരു കുടുംബം, ആ വീട്ടിലെ അപ്പച്ചന് ഒരു മകൻ മാത്രം ജനിച്ചു. ഈ മകൻ ജനിച്ചു കഴിഞ്ഞപ്പം കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മച്ചി അങ്ങ് മരിച്ചു. അപ്പച്ചൻ രണ്ടാമത് വിവാഹമൊന്നും കഴിച്ചില്ല. ഈ മോനെ പഠിപ്പിച്ചു. അന്നത്തെ കാലത്ത് മോനെ വിദേശ രാജ്യത്ത് വിട്ട് പഠിപ്പിച്ച് പഠനമൊക്കെ കഴിഞ്ഞ് നാട്ടിലേക്ക് വന്നപ്പോൾ ഈ അപ്പച്ചൻ ഒരുപാട് റബ്ബർ എസ്റ്റേറ്റും മണിമാളികളും ഒക്കെ ഉണ്ട്. അപ്പച്ചൻ പറഞ്ഞു, ഈ റബ്ബർ എസ്റ്റേറ്റിൽ കുറേ അങ്ങോട്ട് വിറ്റിട്ട് ഒരു പട്ടണത്തിൻ്റെ ഹൃദയംഗ ഭാഗത്ത് കുറേ സ്ഥലങ്ങൾ മേടിച്ച് കുറേ കെട്ടിടങ്ങൾ പണിത് അത് വാടകയ്ക്ക് കൊടുത്തു. എന്നിട്ട് ഇദ്ദേഹം, ഈ മനുഷ്യൻ തൻ്റെ കൂട്ടുകാരോട് പറഞ്ഞു, എൻ്റെ മകന് ഒരു ഗവൺമെൻറ്റിൻ്റെ മുൻപിലും ഒരു വ്യക്തിയുടെ മുന്നിലും തലകുനിക്കേണ്ട, എൻ്റെ മകന് ജീവിക്കാനുള്ള വക ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് അപ്പൻ അഹങ്കാരത്തോടുകൂടി ജീവിച്ചു. അപ്പൻ മരിക്കുന്നവരും വലിയ കുഴപ്പമില്ലാതെ പോയി. ഈ മകൻ വിദേശത്തേക്ക് പോയപ്പോൾ അവിടെ വെച്ച് മദ്യപാനവും ലഹരിയുടെ ഉപയോഗവും പഠിച്ചു. അപ്പൻ്റെ കാലം കഴിഞ്ഞതോട് കൂടി ഈ മകൻ അപ്പനുണ്ടാക്കിയ ഓരോ സ്വത്തുക്കളും വിൽക്കാൻ തുടങ്ങി. വാടകയ്ക്ക് കൊടുത്തവരുടെ നിന്ന് ഓരോ തുക ഓരോ ദിവസം മേടിക്കാൻ തുടങ്ങി. അവസാനം ഈ വാടകക്കാർക്ക് തന്നെ അതെല്ലാം എഴുതി കൊടുത്തു. അവസാനം ഒന്നുമില്ലാത്തവനായി അദ്ദേഹം വിറ്റ് ഒരു കെട്ടിടത്തിൻ്റെ മൂലയ്ക്ക് അദ്ദേഹം തൂങ്ങി മരിച്ചു. ഈ അപ്പച്ചൻ റബ്ബർ എസ്റ്റേറ്റ് ഉണ്ടാക്കി, മണിമാളികൾ ഉണ്ടാക്കി, എല്ലാം ഉണ്ടാക്കി. എന്നിട്ട് എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, മോനെ, ഭൗതികമായിട്ടല്ല നേടേണ്ടത്, ദൈവത്തെ നേടണം. ദൈവത്തെ നേടിയാൽ പിന്നെ നമുക്ക് വേറൊന്നും വേണ്ട. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്കൊന്നുമില്ല എങ്കിലും ദൈവമുണ്ട് എങ്കിൽ നിങ്ങൾക്കെല്ലാമുണ്ട്. നിങ്ങൾക്കെല്ലാമുണ്ട് എങ്കിലും ദൈവമില്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നുമില്ല. ആ ചിന്ത നിങ്ങളെ ഭരിക്കണം. അതാണ് പരിപൂർണമായ ദൈവത്തിലേക്കുള്ള വിശ്വാസത്തോടുകൂടിയുള്ള അർപ്പണം. അങ്ങനെ അർപ്പിച്ചുകൊണ്ട് ഓരോ ദിവസവും നവീകരിച്ചുകൊണ്ട് നമ്മെ തന്നെ ശുദ്ധീകരിച്ചുകൊണ്ട് ദൈവ തിരുസന്നതയിൽ പുതുക്കപ്പെട്ടവരായി സഭയ്ക്കും സമൂഹത്തിനും നാടിനും വീടിനും കുടുംബത്തിനും അനുഗ്രഹിക്കപ്പെട്ടവരായി നിങ്ങൾ തീരണം. എനിക്കതാണ് നിങ്ങൾക്ക് തരാനുള്ള ഉപദേശം. അപ്പോൾ ഇത്രയും സമയം അച്ഛൻ വിലയേറിയ ജീവിതാനുഭവം അതുപോലെ ഉപദേശങ്ങൾ പങ്കുവച്ചതിനുള്ള നന്ദി അറിയിക്കുന്നു. അച്ഛനെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ വീഡിയോയിൽ ഫോൺ നമ്പർ ഇടുന്നതിന് വിരോധമുണ്ടോ? ഇല്ല, എൻ്റെ ഫോൺ നമ്പർ ഇടുന്നതിന് വിരോധമില്ല. കാരണം ഈ ഫോൺ നമ്പർ ഇട്ട് കഴിഞ്ഞാൽ ആളുകൾ വിളിക്കും, അച്ഛനെ വിളിക്കും. ഇതിന് കുഴപ്പമില്ല. ഞങ്ങൾക്ക് പുതുതായിട്ട് തുടങ്ങുന്ന ഞാനും രമേശും ചേർന്ന് നടത്തുന്ന ആ പ്രസ്ഥാനം എത്രയും പെട്ടെന്ന് എനിക്കൊന്ന് അത് ചെയ്തു തീർക്കണം. കാരണം എൻ്റെ ഈ ഇടത് സൈഡിലിരിക്കുന്നത് രമേഷ് ഭായി ആണ്. ഇദ്ദേഹം ഹിന്ദു സമുദായത്തിൽ ജനിച്ചു വളർന്ന് ഒരു ഹിന്ദുവായി ജീവിച്ച വ്യക്തിയാണ്. ഇദ്ദേഹം വിദേശ രാജ്യങ്ങളിലൊക്കെ ജോലിക്ക് പോയി അവിടെ വെച്ച് ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. അദ്ദേഹം നാട്ടിലേക്ക് വരികയും അദ്ദേഹം 2017 കൂടാരം ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന പേരിൽ ട്രസ്റ്റ് രൂപീകരിച്ചു. എന്നാൽ പല ബാഹ്യശക്തികളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് അവിടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒക്കാതെ വന്നു. ഈ സാഹചര്യത്തിൽ രമേശ് എൻ്റെ അടുക്കലേക്ക് വരികയും തൻ്റെ കാര്യങ്ങളൊക്കെ തുറന്നു പറയുകയും ചെയ്തു. ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, ഇത് ദൈവരാജ്യത്തിന് വേണ്ടിയാണ്, അദ്ദേഹത്തോട് ചേർന്ന് പ്രവർത്തിക്കുവാൻ. അങ്ങനെ ഞാനും അദ്ദേഹവും കൂടെ ചേർന്ന് ബെർസ്കീപ്പ കൂടാരം ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന പേരിൽ പുതുതായി ഒരു ട്രസ്റ്റ് രൂപീകരിക്കുകയും അദ്ദേഹത്തിൻ്റെ സമ്പാദ്യമായ 3 ഏക്കർ ഉള്ള സ്ഥലവും അതോടൊപ്പം ഞങ്ങൾ 2 പേരും കൂടെ ചേർന്ന് ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന പണം കൊടുത്ത് 1 ഏക്കർ സ്ഥലം കൂടെ വാങ്ങി അങ്ങനെ 4 ഏക്കർ സ്ഥലത്ത് ആണ് ഞങ്ങളിപ്പോൾ ഒരു
അനാഥാലയം തുടങ്ങാൻ ഞങ്ങൾ തീരുമാനിച്ചു. അതിന് ഇട്ടിരിക്കുന്ന പേര് ക്രൈസ്റ്റ് അഭയഭവൻ ഓർഫണേജ് എന്നാണ്. ഈ ഓർഫണേജിൽ അനാഥരും അശരണരും ആലംബഹീനരും യാതൊരു നിവൃത്തിയുമില്ലാത്തവരായ 60 വയസ്സ് കഴിഞ്ഞ ഏതാനും സ്ത്രീകളെ താമസിച്ച് സംരക്ഷിക്കുവാനാണ്, അവരുടെ കയ്യിൽ നിന്ന് 1 രൂപ പോലും വാങ്ങാതെ അവരെ സംരക്ഷിക്കുവാനാണ് ഞങ്ങൾ ആലോചിച്ചിരിക്കുന്നത്. ഇപ്പോൾ ആ സ്ഥലം, ഈ 4 ഏക്കർ സ്ഥലം ഏതാനും വർഷങ്ങളായി ഉപയോഗശൂന്യമായി കിടക്കുകയാണ്. അവിടെ കാട് പിടിച്ച് കിടക്കുകയാണ്. ആ സ്ഥലം മുഴുവൻ വെട്ടിത്തെളിച്ച് അവിടെ അതിൻ്റെ ഒരു വാസയോഗ്യമാക്കണമെങ്കിൽ തന്നെ ഒരു നല്ല തുക ആവശ്യമാണ്. അതുകൂടാതെ 3200 സ്ക്വയർ ഫീറ്റിൽ ഒരു ബിൽഡിംഗ് കൂടെ പണിയാൻ, ആൾക്കാരെ താമസിപ്പിക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട്. അതിനും ഒരു നല്ല തുക വേണ്ടി വരും. അതുകൊണ്ട് ഈ വീഡിയോ കാണുന്നവർ, നല്ലവരായ ആൾക്കാർ ഞങ്ങളെ സഹായിക്കാൻ മുന്നോട്ട് വരണം. നിങ്ങൾ തരുന്ന പണത്തിന് ഞങ്ങൾ റെസിപ്റ്റ് തരും. ഈ കണക്ക് ചാർട്ടേഡ് അക്കൗണ്ടിനെ കൊണ്ട് ഞങ്ങൾ ഓഡിറ്റ് ചെയ്ത് പബ്ലിഷ് ചെയ്യുന്നതുമായിരിക്കും. ദൈവത്തിൻ്റെ പണമാണ്. ദൈവത്തിൻ്റെ പണം മിസ്യൂസ് ചെയ്യുന്നവരെ ദൈവം ശിക്ഷിക്കുമെന്ന് ഞങ്ങൾക്ക് നല്ല ബോധ്യമുള്ളത് കൊണ്ട് ഞങ്ങൾ അത് അടിയുറച്ച് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ 2 പേരും. തമ്പുരാൻ്റെ പണത്തെ തൊട്ടവരുടെയൊക്കെ കൈകൾ പൊള്ളിയതായിട്ട് ഞങ്ങൾക്കറിയാം. ഇത് നിങ്ങൾ തരുന്ന ഓരോ പണവും ദൈവരാജ്യത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കും. അതുകൊണ്ട് നിങ്ങളുടെയൊക്കെയും സഹായവും സഹകരണവും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ഞങ്ങൾക്കിപ്പോൾ ഉടനെ തന്നെ ഏതാണ്ട് 75 ലക്ഷം രൂപയുടെ ആവശ്യമുണ്ട്. ഈ വീഡിയോ കാണുന്ന എല്ലാവരും, സ്വദേശത്തും വിദേശത്തുമുള്ളവർ, ഞങ്ങൾക്ക് ഞങ്ങളുടെ ട്രസ്റ്റിൻ്റെ അക്കൗണ്ട് നമ്പർ ചേർക്കാം. പക്ഷേ വിദേശത്തു നിന്ന് ട്രസ്റ്റിൻ്റെയൊക്കെ പണം അയക്കുന്നതിന് ചില നിയമ തടസ്സങ്ങൾ ഉള്ളതുകൊണ്ട് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ഫോൺ നമ്പരും ഇതിനകത്ത് ഞങ്ങൾ തരുന്നതായിരിക്കും. എന്നെ ഫോണിൽ വിളിച്ചാൽ ഞാൻ വിശദമായ ആ കാര്യങ്ങൾ നൽകുന്നതും ആയിരിക്കും. നിങ്ങൾ ഈ വീഡിയോ കാണുന്നവരൊക്കെയും ഞങ്ങളെ സഹായിക്കണം. ഈ ബഹുമാനപ്പെട്ട പാസ്റ്റർ ഞങ്ങളുടെ ഇടയ്ക്കിലേക്ക് വരുന്നത് തന്നെ ഇത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമായിട്ടാണ് കാണുന്നത്. എങ്ങനെ ഇത് ഞങ്ങൾ ചെയ്യുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പാസ്റ്റർ ഞങ്ങളുടെ ഇടയ്ക്കിലേക്ക് വരികയും ഈ കാര്യങ്ങൾ സംസാരിക്കുകയും ഇത്തരത്തിൽ ഒരു വീഡിയോ എടുക്കുകയും ചെയ്യുന്നത്. ഇത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമായി ഞങ്ങൾ കണ്ടുകൊണ്ട് നിങ്ങളുടെയൊക്കെ എല്ലാവരുടെയും സഹായവും സഹകരണവും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ദൈവം തമ്പുരാൻ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു.